കോളം 1-ൽ ദശാംശ സംഖ്യകളും കോളം 2-ൽ ഭിന്നസംഖ്യകളും നല്ല രസമുണ്ട്. അപ്പൊ നമ്മൾ ഈ 4ന്റെ വില 0.72ന്റെ പകുതിയോട് 0.42ന്റെ 3 കൂട്ടിയാൽ √0.444 എക്സെട്രാന്റെ എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ജെറിൻ. നിങ്ങളെ ഏവരെയും ട്രിക്ടേണിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഈ ഒരു ക്ലാസ് മുതൽ ഇനി വരാൻ പോകുന്ന LDCക്ക് പഠിക്കുന്ന എല്ലാവർക്കും വേണ്ടി, ഇനി വരാൻ പോകുന്ന LP UPക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ടോപ്പിക് വൈസ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ LDCയുടെ സിലബസിലും LP UPയുടെ സിലബസിലും ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡെസിമൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ദശാംശ സംഖ്യകൾ എന്ന് പറയുന്ന സാധനം. ഈ ദശാംശ സംഖ്യകളാണ് ഇന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയി റിവിഷൻ ചെയ്ത് പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ 2016 മുതൽ നടന്നിട്ടുള്ള LP UP എക്സാമുകളിൽ ദശാംശ സംഖ്യകളുടെ ചോദ്യങ്ങൾ ഏതൊക്കെ വന്നിട്ടുണ്ടോ അത് മുഴുവൻ ചെയ്യും. അതുപോലെ തന്നെ 2021 മുതൽ ഇങ്ങോട്ട് 10th ലെവൽ, അതായത് LDയുടെ ലെവൽ 10th ലെവൽ എക്സാമുകൾക്ക് ദശാംശ സംഖ്യകളിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ വന്നോ അത് ചെയ്യും. അതുപോലെ തന്നെ 12th ലെവൽ എക്സാമുകൾക്ക് നമ്മൾ ഒരു പടിയുടെ മുമ്പിലോട്ട് ചിന്തിക്കുകയാണ്. 12th ലെവൽ എക്സാമുകൾക്ക് ഏതൊക്കെ വന്നോ അത് മുഴുവൻ ചെയ്യും. ഇത്രയും നമ്മൾ ഒന്ന് ഓർഡറാക്കി, ദശാംശ സംഖ്യകളുടെ കീഴിൽ വരുന്ന ചോദ്യങ്ങളെല്ലാം ഒന്ന് ഓർഡറാക്കി വളരെ ഡീറ്റെയിൽ ആയി പ്രീവിയസ് മാത്രം നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചെയ്യും. ചെയ്തതിന് ശേഷം നാളെ, അതായത് ഈ ഒരു ക്ലാസ് കഴിഞ്ഞ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ, ട്രിക്ടേൺ എന്ന ടെലിഗ്രാം ചാനലിൽ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എന്തൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നോ അതുമായി റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് എക്സ്ട്രാ കുറച്ച് ചോദ്യങ്ങൾ തരും. കുറച്ചുകൂടെ കഴിയുമ്പോൾ അതിൻ്റെ ആൻസേഴ്സും തരും. അപ്പോൾ ഈ ഒരു ക്ലാസ് കണ്ടു കഴിയുമ്പോൾ ഇതുവരെയുള്ള എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. ഇത് കൂടാതെ വർക്കൗട്ട് ചോദ്യങ്ങളൂടെ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ടോപ്പിക്ക് എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായും സെറ്റാവും. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക. എക്സ്ട്രാ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ ചെയ്യുന്നുണ്ട്. മാക്സിമം അതൊക്കെ പ്രയോജനപ്പെടുത്തുക. ടെലിഗ്രാമിൽ സെർച്ച് ചെയ്യുന്നിടത്ത് ട്രിക്ടേൺ എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്യുക. ക്യാപിറ്റൽ ലെറ്ററിൽ നിങ്ങൾക്ക് അത് കിട്ടും. അതല്ല, നമ്മുടെ എല്ലാ വീഡിയോയുടെ, ഈ വീഡിയോയുടെ ഉൾപ്പെടെ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. അതും വേണമെങ്കിൽ നിങ്ങൾക്ക്, അതുവഴി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. എല്ലാ ചോദ്യവും പ്രീവിയസ് ആണ്. മുഴുവൻ ചോദ്യങ്ങളും മാക്സിമം ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഓരോ ചോദ്യത്തിൻ്റെയും സൈഡിൽ ഏത് പരീക്ഷയ്ക്ക് വന്നതാണെന്നുള്ളത് കറക്റ്റായിട്ട് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ മാക്സിമം കൃത്യമായും ഓരോ ചോദ്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങളാണെങ്കിൽ ഞാൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. അറിയത്തില്ലാത്ത ചോദ്യങ്ങൾ ഞാൻ ചെയ്ത എക്സ്പ്ലനേഷൻ കണ്ടതിന് ശേഷം വീണ്ടും സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. എല്ലാ അർത്ഥത്തിലും സെറ്റ് ആവുക. പിന്നെ എന്നും പറയുന്ന കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു. നമ്മുടെ ക്ലാസ്സുകളിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഈ ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ LP UP LDCക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ തീർച്ചയായും ഈ റിവിഷൻ ക്ലാസ്സുകൾ അവരോട് പറയുക, ഷെയർ ചെയ്യുക. ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഒട്ടും സമയം കളയാതെ ദശാംശ സംഖ്യകൾ റിവിഷൻ ചെയ്യാനായിട്ട് പോ. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഏറ്റവും ചെറിയ സംഖ്യ ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. 2023 ഒരു ചോദ്യം. ഏറ്റവും ചെറിയ സംഖ്യ ഏത്? അപ്പൊ ഈ ചോദ്യം അപ്രോച്ച് ചെയ്യുമ്പോഴേ നമ്മുടെ മനസ്സിലുണ്ടാവണം നമുക്കിതിനകത്തു നിന്ന് ചെറിയ സംഖ്യയാണ് വേണ്ടിയത്. ഓക്കെ, നമ്മൾ 4 ഓപ്ഷനും നോക്കി. പോയിന്റിന് മുമ്പുള്ള അക്കം ഏതാണെന്ന് നോക്കണം. ഇത്തരം പോയിന്റ് ഉള്ള സംഖ്യകളിലെ വലുതും ചെറുതും എടുക്കാനാണ് ചോദ്യമെങ്കിൽ പോയിന്റിന് മുമ്പിൽ എല്ലാ അക്കവും സെയിം ആയിരിക്കും. ഇവിടെ തന്നെ നോക്ക്. ഇവിടെ പോയിന്റിന് മുമ്പിൽ 0, ഇവിടെയും പോയിന്റ് 0, ഇവിടെയും പോയിന്റിന് മുമ്പിലത്തെ പൂർണ്ണസംഖ്യ 0, ഇവിടെയും 0. കാര്യം അതൊരു നോർമൽ ലോജിക് അല്ലേ? മിക്കവാറും ഇപ്പോൾ ഒരിടത്ത് 1, ഒരിടത്ത് 2, ഒരിടത്ത് 3, ഒരിടത്ത് 4 ആണ്. വലുത് ചെറുത് 1 പോയിന്റ് ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ വലിപ്പച്ചെറുപ്പം എടുക്കാൻ പറയുന്ന ചോദ്യമാണ് പോയിന്റിന് മുമ്പുള്ളത് മിക്കവാറും സെയിം ആയിരിക്കും. അപ്പൊ പോയിന്റിന് മുമ്പുള്ള പൂർണ്ണസംഖ്യ സെയിമാണ്. നമുക്കിതിനകത്തൊന്ന് ചെറിയ സംഖ്യ കണ്ടുപിടിക്കണം. അപ്പൊ പോയിന്റ് കഴിഞ്ഞ് ആദ്യത്തെ അക്കത്തിലേക്ക് നമ്മൾ പോകുന്നു.
ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ആദ്യത്തെ അക്കം 1, ഇവിടെ 5, ഇവിടെ 0, ഇവിടെ 1. നിങ്ങൾ പറ, 1 ആണോ 5 ആണോ 0 ആണോ 1 ആണോ ചെറുത്? 0 ആണ് ചെറുത്. അപ്പൊ ഈ കൂട്ടത്തിൽ ചെറിയ സംഖ്യ ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 0.015. ഒന്നുകൂടെ, പോയിന്റിന് മുമ്പുള്ള സംഖ്യകൾ എല്ലായിടത്തും സെയിം ആണ്. അപ്പൊ പോയിന്റ് കഴിഞ്ഞു വരുന്ന ആദ്യത്തെ അക്കം നോക്കുന്നു. ഇവിടെ പോയിന്റ് കഴിഞ്ഞ ആദ്യത്തെ അക്കം 1, ഇവിടെ 5, ഇവിടെ 0, ഇവിടെ 1. നിങ്ങൾ പറ, 1 ആണോ 5 ആണോ 0 ആണോ 1 ആണോ ചെറുത്? 0 ആണ് ചെറുത്. അപ്പൊ 0ത്തിന്റെ ആളായ 0.015 ആണ് നമ്മുടെ ഉത്തരം, ഓപ്ഷൻ സി. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ തോന്നും, എടാ അതും സെയിം ആണല്ലോ, എന്ത് ചെയ്യും? ഇപ്പൊ എല്ലായിടത്തും പോയിന്റ് കഴിഞ്ഞ ആദ്യത്തെ അക്കം 0 ആണ്, എന്ത് ചെയ്യും? രണ്ടാമത്തെ അക്കം നോക്കും. അപ്പൊ നമ്മൾ ചിന്തിക്കും രണ്ടും സെയിം ആണല്ലോ, അപ്പൊ മൂന്നാമത്തെ അക്കം നോക്കും. അങ്ങനെ നോക്കി 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 എടുക്കേണ്ടി വരും. ഓക്കെ ആണ്? അങ്ങനെയാണ് അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വലുതേത് എന്നതാണ് ചോദ്യം. 2023 തന്നെ മറ്റൊരു ചോദ്യമാണ് ഖാദി ബോർഡിന് ചോദിച്ചത്. വലുതാണ് കാണേണ്ടി. മനസ്സിലോർക്ക, നമുക്ക് കാണേണ്ടത് വലിയതാണ്. പോയിന്റിന് മുമ്പുള്ള പൂർണ്ണസംഖ്യകൾ നോക്കി, എടാ പോയിന്റിന് മുമ്പുള്ള പൂർണ്ണസംഖ്യ ഇവിടെയും 10 ആണ്, ഇവിടെയും 10 ആണ്, ഇവിടെയും 10 ആണ്, ഇവിടെയും 10 ആണ്. അപ്പൊ എന്തായാലും അത് നോക്കി നമുക്ക് വലുതും ചെറുതും എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പോയിന്റ് കഴിഞ്ഞ് ആദ്യത്തെ അക്കം ഏതാണെന്ന് നോക്കണം. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ആദ്യത്തെ അക്കം 0, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ആദ്യത്തെ അക്കം 1, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ആദ്യത്തെ അക്കം 2, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ആദ്യത്തെ അക്കം 7. നമുക്ക് വലുതാ വേണ്ടി. മക്കളെ നിങ്ങൾ പറ, 0 ആണോ 1 ആണോ 2 ആണോ 7 ആണോ വലിയത്? എടാ 7 വലിയത്. അപ്പൊ വലുതിന്റെ ആളായ 10.7650 ആണ് ഈ കൂട്ടത്തിൽ വലിയത്. സെറ്റാണ്. മുമ്പോട്ട് പോകാം. പഠിച്ചോ. ഇനിയും ഇവിടെയും പോയിന്റ് കഴിഞ്ഞ ആദ്യത്തെ അക്കം എല്ലായിടത്തും 7 ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണ് നമ്മൾ രണ്ടാമത്തെ അക്കം നോക്കി അതിൽ വലുതെടുക്കും. രണ്ടാമത്തെ അക്കം എല്ലായിടത്തും സെയിം ആണെങ്കിൽ മൂന്നാമത്തെ അക്കം നോക്കി അതിൽ വലുതെടുക്കും. ഓക്കെ ആണ്? അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. ഇതാണ് ചോദ്യം. 0.45 എന്ന ദശാംശ സംഖ്യയുടെ ഭിന്നസംഖ്യാരൂപം കാണുക എന്നതാണ് ചോദ്യം. അതായത് പോയിന്റിലുള്ള ഒരു സംഖ്യ തന്നു, ആ സംഖ്യയുടെ ഭിന്നസംഖ്യാരൂപം കാണുക. അതായത് ഡെസിമൽ നമ്പേഴ്സിനെ ഫ്രാക്ഷൻ നമ്പറിലേക്ക് മാറ്റാനാ പറയുന്നത്. അതായത് പോയിന്റിലുള്ള ഒരു സംഖ്യ തന്നു, ആ സംഖ്യയെ ഭിന്നസംഖ്യയാക്കി അംശവും ഛേദവുമുള്ള ഭിന്നമാക്കി മാറ്റണം. A/B ഭിന്നമാക്കി മാറ്റണം. ഇത് കാണാൻ വളരെ സിമ്പിളാണ്. നമുക്കിങ്ങനെ ഒരു സാധനം തന്നു. നമ്മൾ ആദ്യം ഇവരെ പോയിന്റ് ഇല്ലാതെ അങ്ങ് എഴുതുക. 0.45. പോയിന്റ് ഇല്ലായിരുന്നെങ്കിൽ ഈ സംഖ്യ എങ്ങനെ വരും? 45. പോയിന്റ് ഇല്ലാതെ നമ്മൾ എഴുതി 45. ഓക്കെ. അപ്പൊ 3.45 ആയിരുന്നു 345 എന്ന് എഴുതിയേനെ. പോയിന്റ് ഇല്ലാതെ അവരെ എഴുതി 0.45. പോയിന്റ് ഇല്ല ഈ സംഖ്യ 45. ഇനി പോയിന്റിന് ശേഷം എത്ര സ്ഥാനമുണ്ട് എന്ന് നോക്കണം. അതിന്റെ ഇപ്പുറത്തോട്ട് വലിയ സംഖ്യയോ ചെറിയ സംഖ്യയോ വാട്ടവർ ആരെയും ഒക്കെ വന്നോട്ടെ, പോയിന്റിന് ശേഷം എത്ര സ്ഥാനം? ഇവിടെ പോയിന്റിന് ശേഷം 2 സ്ഥാനമുണ്ട്. അതുകൊണ്ട് നമ്മൾ 100 എന്ന് കൊടുക്കണം. 45/100. അപ്പൊ പോയിന്റിന് ശേഷം ഒരു സ്ഥാനമാണേലോ നമ്മൾ അടിയിൽ 10 കൊടുക്കും. പോയിന്റിന് ശേഷം 3 സ്ഥാനമാണേലോ നമ്മൾ അടിയിൽ 1000 കൊടുക്കും. പോയിന്റിന് ശേഷം 4 സ്ഥാനമാണേലോ നമ്മൾ അടിയിൽ 10,000 കൊടുക്കും. ഒരു ട്രാക്ക് കിട്ടിയോ? അതായത് പോയിന്റിന് ശേഷം ഒരു സ്ഥാനമാണെ നമ്മൾ ബൈ 10 എന്ന് കൊടുക്കും. 2 സ്ഥാനമാണെ നമ്മൾ ബൈ 100 എന്ന് കൊടുക്കും. 3 സ്ഥാനമാണെ നമ്മൾ ബൈ 1000 എന്ന് കൊടുക്കും. 4 സ്ഥാനമാണെ ബൈ 10,000 എന്ന് കൊടുക്കും. ഇവിടെ 45/100 എന്ന് കിട്ടി. 45/100 ഓപ്ഷന്റെ അകത്തിലുണ്ടോ എന്ന് നോക്കണം. ഇല്ല. അപ്പൊ ഇതിനോട് സാമ്യമുള്ള 45/10 ഒന്നും പോയി ടിക്ക് ചെയ്യരുത്. 45/100 ഇല്ല.
അപ്പോഴേ ഉറപ്പിച്ചോണം അവരതിനെ ചെറുതാക്കിയതാണ്. 45ഉം 100ഉം താഴെയും മേളിലും 5 വെച്ച് ചെറുതാക്കാം. 5 വെച്ച് താഴെയും മേളിലും വെട്ടിക്കളഞ്ഞാൽ, അതായത് ഹരിച്ചാൽ മേളിൽ 9 വരും, താഴെ 20ഉം വരും. ചെറുതാക്കാന്ന് പറഞ്ഞാൽ താഴെയും മേളിലും ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കുക. മേളിൽ 45നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 9 ആവും, 100നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 20 ആവും. 9/20 എന്ന് തോന്നുന്നു. 9/20 ഉണ്ടോ? ഉണ്ട്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി 9/20 എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ആണ്. അപ്പൊ നമ്മൾ ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്കി. ഭിന്നസംഖ്യ ആക്കി ഒരു പോയിന്റ് സംഖ്യയെ മാറ്റാൻ നമ്മൾ ആ സംഖ്യയെ പോയിന്റ് ഇല്ലാതെ എഴുതുക. 0.45നെ പോയിന്റ് ഇല്ലാതെ എഴുതുമ്പോൾ 45. പോയിന്റിന് ശേഷം അങ്ങോട്ട് നോക്കണ്ട, പോയിന്റിന് ശേഷം 2 സ്ഥാനം ഉണ്ടായതുകൊണ്ട് അടിയിൽ 100. 45/100 5 കൊണ്ട് ചെറുതാക്കി 9/20. ഓക്കെ ആണ്. അങ്ങനെയാണ് അടുത്ത ചോദ്യം. 2023 ഒരു UPന്റെ പരീക്ഷയ്ക്ക് വന്ന ഒരു ചോദ്യമാണ്. കണ്ട വളരെ മനോഹരം. അതായത് ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് UP എക്സാമിന് വന്ന ചോദ്യമാണ്. കോളം 1ൽ ദശാംശ സംഖ്യകളും കോളം 2വിൽ ഭിന്നസംഖ്യകളും നൽകിയിരിക്കുന്നു. ഇവയെ അനുയോജ്യമായ രീതിയിൽ ബന്ധിപ്പിച്ചാൽ കിട്ടുന്നത് എങ്ങനെയാണ്? അതായത് ഇവിടെ ദശാംശ സംഖ്യകൾ തന്നു, ഇവിടെ അതിനനുസരിച്ചുള്ള ഭിന്നസംഖ്യകൾ തന്നു. ഇവിടെ 4 പേരാണ്, ഇവിടെ കുറെ പേരുണ്ട്, 1 2 3 4 5 6 പേരുണ്ട്. ഇവരെ കണക്ട് ചെയ്യുക, മാച്ച് ചെയ്യുക എന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. നമുക്ക് ഓരോന്നും ചെയ്ത് നോക്കാം. ആദ്യത്തേത് 0. നോക്കിക്കോണം. 0.015625. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇവരെ ഭിന്നസംഖ്യ ആക്കി മാറ്റാൻ പോയിന്റ് ഇല്ലാതെ മക്കളെ ഇവരെ എഴുതുക. പോയിന്റ് ഇല്ലാതെ ഇവരെ എഴുതുമ്പോ 15625 എന്ന് എഴുതാം. പോയിന്റ് ഇല്ലാതെ ഡിവൈഡഡ് ബൈ പോയിന്റിന് ശേഷം 1 2. പോയിന്റിന് ശേഷം 0 ആണല്ലോ, എണ്ണല്ലതല്ലോ എന്നൊന്നും ചിന്തിക്കരുത്. പോയിന്റിന് ശേഷം എത്ര സ്ഥാനം? 1 2 3 4 5 6 സ്ഥാനം. പോയിന്റിന് ശേഷം 6 സ്ഥാനമുണ്ട്. അതുകൊണ്ട് നമ്മൾ 1 കഴിഞ്ഞ് 6 0 ഇട്ട് കൊടുക്കണം. ഓക്കെ ആണ്. അതിന്റെ കാര്യം, പോയിന്റിന് ശേഷം 1 സ്ഥാനമാണ് 10, 1 കഴിഞ്ഞ് 1 0. 2 സ്ഥാനമാണ് 100, 1 കഴിഞ്ഞ് 2 0. 3 സ്ഥാനമാണ് 1000, 1 കഴിഞ്ഞ് 3 0. അതേപോലെ 6 സ്ഥാനമായതുകൊണ്ട് 1 കഴിഞ്ഞ് 6 0. ഇനി ഇത് താഴെയും മേളിലും നമുക്ക് 5 വെച്ച് ചെറുതാക്കാം. ചെറുതാക്കത്തില്ലേ? താഴെയും മേളിലും ഇച്ചിരി പാടാ, എന്നാലും നമ്മൾ 5 വെച്ച് ചെറുതാക്കും. ചെറുതാക്കുമ്പോൾ ഇത് 3 ആവും, പിന്നെ 1 ആവും, പിന്നെ 12 2 ആവും, 3125 ആവും. ഇവനെ വീണ്ടും വെട്ടുമ്പോൾ 100നെ വെട്ടിയ 20, 4 0 കൂടെ വീണ്ടും കൊടുത്തു. ഓക്കെ. ഈ 3125 വെച്ച് വെട്ടാവേ ഒരുമിച്ച്. ഈ 3125നെ വീണ്ടും നമുക്ക് 5 കൊണ്ട് വെട്ടാം. 3125നെ വീണ്ടും നമുക്ക് 5 കൊണ്ട് വെട്ടാം, അല്ലെ 25 കൊണ്ട് വെട്ടാം. ലാസ്റ്റിൽ 25 കൊണ്ടുവന്നു. ഞാൻ ഒറ്റയടിക്ക് 25 കൊണ്ട് അങ്ങ് വെട്ടുക കേട്ടോ. 25 കൊണ്ട് ഇവനെ വെട്ടുമ്പോ 3125നെ 25 കൊണ്ട് വെട്ടുമ്പോൾ 1, അതായത് താഴെയും മേളിലും 25 കൊണ്ട് ഹരിക്കുമ്പോൾ ഇത് 125 ആവും. ഇത് വെട്ടുമ്പോ എത്രയാണ്? 125. ഇത് വെട്ടുമ്പോ 8 8000 ആവും. ഇനി ഈ 125നെ വീണ്ടും നമുക്ക് 25 കൊണ്ട് വെട്ടാം. 25 കൊണ്ട് വെട്ടുമ്പോ ഈ സാധനം 5 ആവും. എനിക്കറിയിച്ച ടൈറ്റാ. 25 കൊണ്ട് വെട്ടുമ്പോൾ ഈ സാധനം 5 ആവും. വീണ്ടും 8000ത്തെ വീണ്ടും 25 കൊണ്ട് വെട്ടിയാല് 25 3 75, 3 75, ബാക്കി 50 320 എന്ന് വന്നു അല്ലെ? 8000ത്തെ ഹരിക്കുമ്പോ 80നെ ഹരിക്കുമ്പോ 25 3, ബാക്കി 5 20 വന്നു. വീണ്ടും ഈ 5ഉം 320ഉം കൂടെ നമുക്ക് 5 കൊണ്ട് ഹരിക്കാം. 5 5 കൊണ്ട് വെട്ടുക. 5 8 5 6 30, ബാക്കി 64 വന്നു. നമുക്ക് 1/64 എന്ന് കിട്ടി. ഈ 1/64 ഓപ്ഷന്റെ അകത്തിലുണ്ടോ എന്ന് നോക്കണം. ഉണ്ട്. അപ്പൊ 1ന് നേരെ നമുക്ക്
8 വരിക എന്ന് മനസ്സിലാവും. അവിടെ വെച്ച് തന്നെ നമുക്ക് ഓപ്ഷൻ എലിമിനേഷൻ വഴി ഇതിന്റെ ഉത്തരവെടുക്കാം. കാര്യം 1 നേരെ 8 വന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ഡി. കണ്ടോ, ഇതിന് 1 നേരെ 8 അല്ല, ഇതിനും 1 നേരെ 8 അല്ല, ഇതിനും 1 നേരെ 8 അല്ല. പരീക്ഷാ ഹാളിൽ ഇരുന്ന് ബാക്കി ഇനി ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. 1 നേരെ 8 വന്ന ഒരൊറ്റ സാധനമേ ഉള്ളൂ, ഓപ്ഷൻ ഡി ആണ്. ഇവിടെ ആൻസർ വരുന്നെങ്കിൽ ഓപ്ഷൻ ഡി ആവാനുള്ള സാധ്യതയേ ഉള്ളൂ. ഓക്കെ ആണോ? അപ്പൊ ഞാൻ ചെയ്ത സ്റ്റെപ്പ് ഞാൻ വെട്ടിയ പോലെ ആയിരിക്കത്തില്ല നിങ്ങൾ വെട്ടുന്നേ. ചിലപ്പോൾ കുറച്ച് സമയമെടുക്കും, ചില ഇച്ചിരൂടെ നേരത്തെ വെട്ടും, നിങ്ങളുടെ സൗകര്യം. ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ ഇവരെ 15,625 നമ്മൾ ഈ പോയിന്റ് ഇല്ലാതെ എഴുതുമ്പോൾ 15,625. ഇവിടെ പോയിന്റിന് ശേഷം 6 സ്ഥാനം ഉണ്ടായതുകൊണ്ട് നമ്മൾ 1 എഴുതി 6 0 കൊടുത്തു. ഞാൻ വെട്ടിയത് ഒന്നുകൂടെ പറയാം. 15,625 5 കൊണ്ട് താഴെയും മേളിലും ഹരിച്ചപ്പോ മേളിൽ 3,125 താഴെ 2 കഴിഞ്ഞ് 4 0 20,000 അല്ല, 2 കഴിഞ്ഞ് 5 0 2 ലക്ഷമായി. വേണമെങ്കിൽ ചിലർ ഒറ്റയടിക്ക് തന്നെ അത് 25 കൊണ്ട് വെട്ടുവേ, നിങ്ങളുടെ സൗകര്യം. ഞാൻ വീണ്ടും 5 കൊണ്ട് വെട്ടായിരുന്നു. എനിക്ക് തോന്നി 25 കൊണ്ട് വെട്ടാം. താഴെ മേളിലും ഞാൻ 25 കൊണ്ട് വെട്ടി. അപ്പൊ മേളിൽ 25 കൊണ്ട് കരിച്ചപ്പോ 125 2 ലക്ഷത്തെ 25 കൊണ്ട് കരിച്ചപ്പോ 8,000 വീണ്ടും ഞാൻ താഴെ മേളിലും 25 കൊണ്ട് കരിച്ചു. 25 കൊണ്ട് കരിച്ചപ്പോ മേളിൽ 5 താഴെ 320 വീണ്ടും താഴെയും മേളിലും 5 കൊണ്ട് കരിച്ചു. അപ്പൊ മേളിൽ 1 താഴെ 64 നമുക്ക് 1/64 എന്ന് നിസ്സംശയം പറയാം. ഇനി ഞാൻ ബാക്കിയും കൂടെ ഒന്ന് ചെയ്യട്ടെ, നമുക്ക് പഠിക്കാനുള്ള ഇതിന് വേണ്ടിയിട്ട്. ചിലപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും പരീക്ഷയ്ക്ക് വരുന്നത്. നമുക്ക് ബാക്കിയൂടെ ചെയ്യാം വെറുതെ. 0.008 എങ്ങനെ പറ? നമ്മൾ അവരെ എന്ത് എഴുതി? 8 എഴുതി, പോയിന്റ് ഇല്ലാതെ. മക്കളെ, പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം വരുന്നത് കൊണ്ട് നമ്മൾ 1000 എന്ന് കൊടുത്തു. 1 2 3 1 കഴിഞ്ഞ് 3 0. ഇനി 8 1000 താഴെ മേളിലും 8 കൊണ്ട് കരിച്ചു നോക്ക്. 8 കൊണ്ട് കരിച്ചു നോക്ക്, നമുക്ക് 1/125 എന്ന് കിട്ടും. 8നെ 8 കൊണ്ട് കരിച്ചാൽ 1, 1000ത്തെ 8 കൊണ്ട് കരിച്ചാൽ 125. 1/125 എന്ന് വന്നു. ദേ ഉണ്ട്, ദേ 2 നേരെ 10 എന്ന് വരും. 2 നേരെ 10 കണ്ടോ? ഇനി അടുത്തത് 0.0016 പോയിന്റ് ഇല്ലാതെ എഴുതുമ്പോ നമുക്ക് അവരെ 16 എന്ന് എഴുതാം. ബൈ പോയിന്റ് കഴിഞ്ഞ് 4 സ്ഥാനങ്ങളുണ്ട്, അതുകൊണ്ട് നമ്മൾ അവരെ 10,000 എന്ന് കൊടുത്തു. 4 സ്ഥാനം ഉണ്ടായതുകൊണ്ട്. 1 സ്ഥാനമാണ് അടിയിൽ 10, 2 സ്ഥാനമാണ് അടിയിൽ 100, 3 സ്ഥാനമാണ് അടിയിൽ 1000, 4 സ്ഥാനമായുണ്ട് അടിയിൽ 10,000. 16 10,000 നമുക്ക്, എനിക്കറിയാം 16 കൊണ്ട് വെട്ടാമെന്ന്. ഇനി അങ്ങനെയല്ല, നമുക്ക് 8 കൊണ്ട് 2 പ്രാവശ്യം വെട്ടി നോക്കാം. 8 കൊണ്ട് 16നെ ഹരിച്ചാൽ 2 വരും. 10,000ത്തെ ഹരിച്ചുവാണെങ്കിൽ 1,250 വരും. വീണ്ടും 2 കൊണ്ട് താഴെ മേളിലും ഹരിച്ചാൽ 1/625 എന്ന് കിട്ടും. 1/625 ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ 5 ദേ. അപ്പൊ 3ന് നേരെ വരുന്നത് 5 ആണ്. കണ്ടോ? ചില ആളുകൾ ഒറ്റയടിക്ക് 16 10,000 16 കൊണ്ട് ഹരിക്കും. 16 കൊണ്ട് 16നെ ഹരിച്ചാൽ 1 വരും. 10,000ത്തെ 16 കൊണ്ട് ഹരിച്ചാൽ 625 വരും. അതൊക്കെ നിങ്ങളുടെ സൗകര്യം വെട്ടുന്നത്. ഇനി ആൻഡ് ദ ലാസ്റ്റ് 0.025 0.025 നമ്മൾ പോയിന്റ് ഇല്ലാതെ ഇവരെ എഴുതുമ്പോൾ 25 എന്ന് എഴുതും. ഇനി പോയിന്റ് കഴിഞ്ഞ് ഇവിടെ 3 സ്ഥാനമാണ്, അതുകൊണ്ട് നമ്മൾ അടിയിൽ 1000 എന്ന് കൊടുക്കും. പോയിന്റ് ഇല്ലാതെ എഴുതുമ്പോൾ 25, പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം ആയതുകൊണ്ട് അടിയിൽ 1000. മക്കളെ, 25 1000 25 കൊണ്ട് താഴെയും മേളിലും ഹരിച്ചാൽ, അതായത് താഴെയും മേളിലും 25 കൊണ്ട് ഹരിച്ചാൽ മേളിൽ 1 വരും. 25നെ 25 കൊണ്ട് ഹരിച്ചാൽ 1. 1000ത്തെ ഹരിച്ചാൽ 40 വരും. നമുക്ക് 1/40 എന്ന് കിട്ടും. 1/40 7. 4ന് നേരെ 7 വരും. 4ന് നേരെ ഇത് ഇവിടെ ആരോ ഉണ്ടായുണ്ടോ? 4ന് നേരെ 7 വരും. ദേ കണ്ടോ? ഇനി കുറച്ചും കൂടെ വേഗത്തില്
4 ആദ്യം ചെയ്താലും പെട്ടെന്ന് കിട്ടുന്ന 4. 4ന് നേരെ 7 വരുന്ന ഓപ്ഷൻ ചെക്ക് ചെയ്താലും ഈ പറയുന്ന ഡി നമുക്ക് കിട്ടും. ഓക്കെ ആണോ? അപ്പൊ നിങ്ങൾ ഇത് പഠിച്ചു മനസ്സിലാക്കി എന്ന് കരുതുന്നു. ഒരു പോയിന്റ് വരുന്ന സംഖ്യയെ ഭിന്നസംഖ്യയാക്കി മാറ്റാൻ വെരി ഫസ്റ്റ് പോയിന്റ് ഇല്ലാതെ അവരെ എഴുതുക. ബൈ ഒരു സ്ഥാനമാണ് അടിയിൽ 10, പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനമാണ്. 2 സ്ഥാനമാണ് അടിയിൽ 100, 3 സ്ഥാനമാണ് 1000, 4 സ്ഥാനമാണ് 10000. അങ്ങോട്ട് പോവാ. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിട്ടുള്ള സംഖ്യകളുടെ തുക കാണുക എന്നതാണ് ചോദ്യം. അതായത് കൂട്ടുക എന്നതാണ് ചോദ്യം. ദശാംശ സംഖ്യകൾ കുറച്ച് കിടപ്പുണ്ട്, അത് കൂട്ടാനാണ് പറയുന്നത്. നമുക്കൊന്ന് എഴുതി നോക്കാം. ആദ്യത്തേത് 13.07, അടുത്തത് 21, അടുത്തത് 0.3, അടുത്തത് 1.25, അടുത്തത് 0.137, അടുത്തത് 26.546. ഇത് നേരെ താഴോട്ട് എഴുതുക. ഇനി ഞാൻ എല്ലാവരോടും ഒരു കാര്യം പറയട്ടെ. പോയിന്റ് ഉള്ള ദശാംശ സംഖ്യകൾ കൂട്ടാനും കുറയ്ക്കാനും ചെയ്യുമ്പോൾ ഓർത്തോണം, പോയിന്റ് എല്ലാം ഒരേ ലൈനിൽ വരും. അതായത് ദശാംശ സ്ഥാനം ഇപ്പൊ കൂട്ടാനായാലും കുറയ്ക്കാനായാലും ഈ പോയിന്റുകളെല്ലാം ഒരേ ലൈനിൽ വരും. ആ ഒരു രീതിയിൽ വേണം ഇവരെ അറേഞ്ച് ചെയ്യാൻ. ഒന്നുകൂടെ പറയുന്നു, പോയിന്റ് വരുന്ന സംഖ്യകൾ കൂട്ടാനോ കുറയ്ക്കാനോ ആണെങ്കിൽ പോയിന്റ് എല്ലാം ഒരേ ലൈനിൽ വരും. ഓക്കെ, ഇനി നമുക്ക് ചിലർക്ക് ഇതൊരു തപ്പലിന് വേണ്ടിയിട്ട് ബാക്കി ഇല്ലാത്തതെല്ലാം നമ്മൾ 0 ഇട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാം. ഇവിടെയും 0, ഇവിടെയും 0, ഇവിടെയും 0, ഇവിടെയും 0. അല്ലെ ചില ആളുകൾക്ക് ഒരു തപ്പൽ വരും, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ. അപ്പൊ ഇനി നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങണം. പതിവ് പോലെ 7 6 കൂട്ടുമ്പോ 13 ശിഷ്ട 1, 7 5 12, 12 3 15, 15 4 19, ശിഷ്ടമായ ഒന്നൂടെ ചേരുമ്പോ 20, ശിഷ്ടൻ 2. ഈ 0 3 വരുന്ന ടിക്ക് ചെയ്യാന്ന് വെച്ചാൽ എല്ലായിടത്തും 0 3 ആണ്. ഇത് കൂടാതെ ഇതേ ഒന്നും അല്ലാന്ന് കിടപ്പുണ്ട്. ഇനി അടുത്തതേണ്ട ഇവിടെ 3 2 5, 5 1 6, 6 5 11, ശിഷ്ടമായ 2 കൂടെ ചേരുമ്പോ 13. പോയിന്റ് അതുപോലെ ഇട്ടു. ശിഷ്ടം 1 ഉണ്ട്. 3 1 4, 4 1 5, 5 6 11, ശിഷ്ടമായ ഒന്നുകൂടെ ചേർത്ത് 12. ശിഷ്ടം 1 ഉണ്ട്. 1 1 2, 2 2 4, പിന്നെ 1 2 3, 3 2 5, പിന്നെ ശിഷ്ടം ഒന്നുകൂടെ ചേർത്ത് 6. നമുക്ക് പറയാം 62.303 ആണ് ഉത്തരം. 62.303 ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. അപ്പൊ കൂട്ടുമ്പോഴോ കുറയ്ക്കുമ്പോഴോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം, പോയിന്റ് എല്ലാം ഒരേ ലൈനിൽ വരണം. ഇനി വേക്കന്റ് ആയ സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ 0 ഇട്ടാൽ നല്ലതാ. 0 ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല, ആൻസർ കിട്ടും. അവിടെ ആരും ഇല്ലാന്ന് നമുക്കറിയാം. പിന്നെ എഴുതി വെക്കുമ്പോൾ ചിലർക്ക് ഒരു കൺഫ്യൂഷൻ തോന്നും. അതുകൊണ്ട് വേക്കന്റ് ആയ സ്പേസുകൾ, കാര്യം ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ അവിടെ 0 ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത്. കുഴപ്പമൊന്നുമില്ല, മുമ്പോട്ട് വാ. ഇത് വളരെ തന്ത്രപരമായ ഒരു ഓപ്ഷനാണ്. കാര്യം കണ്ട എല്ലാം ഒരുപോലെ ഇരിക്കും. ഒരിക്കലും നമുക്ക് എലിമിനേറ്റ് ചെയ്യാനും പറ്റത്തില്ല. കാര്യം ചില ആളുകൾ എന്ത് ചെയ്യാന്നറിയാം, ഇവിടെ വരെ ആകുമ്പോൾ തന്നെ ഇവന്മാരെ 2 പേരെ എലിമിനേറ്റ് ചെയ്യും. കാര്യം ഇവന്മാരെ 2 പേരും അല്ല എന്ന് മനസ്സിലാവും. പക്ഷെ ഇതൊന്നും അല്ല എന്നൊരു ഓപ്ഷൻ കൂടെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ചെയ്തു നോക്കിയേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ ആണ്? അങ്ങനെയാണ് അടുത്ത ചോദ്യം. 0.3 പ്ലസ് 0.32 പ്ലസ് 2.13 എത്ര എന്നതാണ് ചോദ്യം. 2023 ഖാദി ബോർഡാ. അപ്പൊ നമ്മൾ 0.3 എഴുതി, 0.32 എഴുതി, 2.13 എഴുതി. കണ്ടോ, പോയിന്റുകളെല്ലാം ഒരേ ലൈനിൽ തന്നെ കൂട്ടുവാണ്. ഇവിടെ ഒരു വേക്കന്റ് സ്പേസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ അവിടെ 0 ഇട്ടു. കാര്യം അങ്ങോട്ടേക്ക് എത്ര 0 ഇട്ടാലും വിലയൊന്നും പോകുന്നില്ല. അപ്പൊ ചിലർ ചിന്തിക്കും, എടാ ഇവിടെ 30 ആവത്തില്ലേ? അങ്ങനൊന്നുമില്ല. ഇപ്പൊ 0.005, ഇവിടെ ഒരു 0, അങ്ങോട്ട് എത്ര 0 ഇട്ടാലും ഇവിടെ വരെയുള്ള വിലയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് 0.3 ആണ്. ഇവിടെ വേക്കന്റ് കിടന്നുകൊണ്ട് നമ്മൾ അവിടെ ഒരു 0 ഇട്ടു. വിലയിലൊന്നും മാറ്റമില്ല. ഇത് 0.3000 എന്ന് പറഞ്ഞാലും 0.30 എന്ന് പറഞ്ഞാലും 0.3 എന്നേ വിലയുള്ളൂ. അപ്പൊ ഇതെല്ലാം കൂട്ടുക. 3 2 5, 3 3 6, 6 3 7, 3 3 6, 6 1 7,
പോയിന്റ് ഇട്ടു. ഇനി വേറെ ഒന്നുമില്ല, 2. നമ്മുടെ ഉത്തരം 2.75 ആണ്. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. ഓപ്ഷൻ സി 2.75. ഇത് പക്ഷെ ഈ 5 ലാസ്റ്റ് വരുമ്പോ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. ഇതായിരിക്കും ഉത്തരം എന്ന് പറയാം. കാര്യം 5 അവസാനിക്കുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് സി ആണ്. ഓക്കെ ആണ്. അടുത്തത് കുറയ്ക്കാനുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: 0.0657 നിന്ന് 0.00657 കുറയ്ക്കണം. അപ്പൊ നമ്മൾ അവരെ എഴുതാൻ പോവാ. 0.00657. ഓക്കെ, എഴുതാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. പ്രത്യേകം ശ്രദ്ധിക്കണം, പോയിന്റ് എല്ലാം ഒരേ ലൈനിൽ വരണം. എന്നാലേ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റുള്ളൂ. കൂട്ടാനായാലും കുറയ്ക്കാനായാലും പോയിന്റ് കണ്ടോ, ഈ പോയിന്റ് എല്ലാം എപ്പോഴും താഴോട്ട് എഴുതുമ്പോൾ ഒരേ ലൈനിൽ വരണം. ഇതിന്റെ മേളിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ഒരു 0 ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ കുറയ്ക്കേ. 0 നിന്ന് 7 കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ 7ന്റെ അവിടെ നിന്ന് ഒരു 1 കടമെടുത്തു. അപ്പൊ ഈ സാധനം 10 ആയി, ഈ സാധനം 6 ആയി മാറി. കാര്യം 1 അവിടോട്ട് കൊടുത്തു. 10 നിന്ന് 7 കുറച്ചാൽ 3, 6 നിന്നും 5 കുറച്ചാൽ 1. 1, 3 ഉള്ള 2 ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് ടിക്ക് ചെയ്യായിരുന്നു. 5 നിന്ന് 6 കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നിന്ന് ഒരു 1 അങ്ങോട്ട് കൊടുത്തപ്പോൾ ഇത് 15 ആയി, ഇത് 5 ആയി. 15 നിന്ന് 6 കുറയ്ക്കുമ്പോ 9. ഇവിടെ വെച്ച് തന്നെ പറയാൻ പറ്റില്ല. ഇനി അടുത്തത് 5 നിന്ന് 0 കുറച്ചാൽ 5, 0 നിന്ന് 0 കുറച്ചാൽ 0. പോയിന്റ് അതുപോലെ ഇട്ടു. 0 നിന്ന് 0 കുറച്ചാൽ 0. നമ്മുടെ ഉത്തരം 0.05913. 0.0593 ഓപ്ഷൻ എയിലാണ് കിടക്കുന്നത്. സെറ്റാണ്, മുമ്പോട്ട് പോവാ. ഒന്നുമില്ല, ഒരേ നിരയിൽ എഴുതി അങ്ങോട്ട് കുറച്ചു വെച്ചു. അപ്പൊ 10 ഇവിടെ 0 ആണ്. അതുകൊണ്ട് ഇവിടുന്ന് ഒരാളെ കടമെടുത്തു. 10 നിന്ന് 7 പോയാൽ 3. ഇവിടുന്ന് കടം കൊടുത്തപ്പോ ഇവിടെ ബാക്കി 6 ഉള്ളൂ. 6 നിന്ന് 5 പോയാൽ 1. 5 നിന്ന് 6 പോകാൻ പറ്റത്തില്ല, കുറയ്ക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരാളെ ഇവിടോട്ട് കൊടുത്തു. 15 നിന്ന് 6 പോയി 9. ഇവിടെ ഇനി ബാക്കി 5 ഉള്ളൂ. 5 നിന്ന് 0 പോയാൽ 5, 0 നിന്ന് 0 പോയാൽ 0. പോയിന്റ് ഇട്ടു. 0 നിന്ന് 0 കുറച്ചാൽ 0 തന്നെ. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ തന്നെ, സെറ്റാണ്. അടുത്ത ചോദ്യം. അടുത്തത് 3 പേരെ ഒരുമിച്ച് കുറയ്ക്കാന്. മക്കളെ, കൂട്ടാനാണെങ്കിൽ എത്ര പേരുണ്ടോ അവരെല്ലാം ഒരുമിച്ച് നമുക്ക് ഇങ്ങനെ എഴുതി കൂട്ടാം. കുറയ്ക്കല് പക്ഷെ അങ്ങനെ നടക്കത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യം ഇവന്മാരെ 2 പേരോടെ കുറയ്ക്കുക. ആ കിട്ടുന്നവനുമായി അടുത്തവനെ കുറയ്ക്കുക. അപ്പൊ 7.2 നിന്ന് 3.03 കുറയ്ക്കുക. അപ്പൊ മക്കളെ, ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു 0 ഇട്ടു. അപ്പോ 0 നിന്ന് 3 കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് ഒരു 1 അവിടെ കൊടുക്കുമ്പോൾ ഇത് 10 ആവും, ഇത് 1 ആവും. 10 നിന്ന് 3 പോയാൽ 7. 1 നിന്ന് 0 പോയാൽ 1 ആണ്. കാര്യം 1 നിന്ന് 0 ആണ് കുറയ്ക്കുന്നത്. പോയിന്റ് ഇട്ടു. 7 നിന്ന് 3 പോയാൽ 4. അപ്പൊ മക്കളെ 4.17 എന്ന് കിട്ടി. കഴിഞ്ഞില്ല. ഈ കിട്ടിയ 4.17 നിന്ന് 2.002 വീണ്ടും കുറയ്ക്കണം. കാര്യം ആദ്യം ഇത് 2 കുറച്ചു, എന്നിട്ട് ആ കിട്ടിയതിൽ നിന്ന് ഇത് കുറയ്ക്കണം. ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് മേളിൽ ഞാൻ ഒരു 0 കൊടുത്തു. ഓക്കെ ആണ്. ഇനി 0 നിന്ന് 2 കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ 7ന്റെ അവിടുന്ന് ഒരു 1 ഇവിടെ കൊടുത്ത് ഇത് 10 ആയി, ഇത് 6 ആയി മാറി. 1 കൊടുത്തപ്പോ 10 നിന്ന് 2 പോയാൽ 8. 6 നിന്ന് 0 അപ്പോഴേ നമുക്ക് ഉത്തരം എഴുതാം കേട്ടോ. കാര്യം 8 അവസാനിച്ച ഒരൊറ്റ ഒരെണ്ണമുള്ള ഓപ്ഷൻ ഡി. 6 നിന്ന് 0 പോയാൽ 6. 1 നിന്ന് 0 പോയാൽ 1. ഇനി 4 നിന്ന് 2 പോയാൽ 2. നമ്മുടെ ഉത്തരം 2.168. ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. ആദ്യം ഇത് 2 കുറച്ചു, 4.17 കിട്ടി. ആ 4.17 നിന്ന് ഇത് കുറച്ചു, അപ്പൊ നമുക്ക് ഇത് കിട്ടി. ഓക്കെ ആണോ? അടുത്ത ചോദ്യം.
793 ഏത് സംഖ്യ കൂട്ടിയാൽ 50 കിട്ടും? മക്കളെ, ഈ ചോദ്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. കാര്യം ഇത്തരത്തിലുള്ള ചോദ്യം മത്സര പരീക്ഷകളിൽ PSC പരീക്ഷകളിൽ സ്ഥിരമായി വന്നിട്ടുണ്ട്. 2021 വന്നു, 2022 വന്നു, പണ്ട് കുറേ പ്രാവശ്യം വന്നു. ഇതിന്റെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ആ ചോദ്യം നിങ്ങൾക്ക് ടെലിഗ്രാമിൽ വർക്കൗട്ടിൽ ഞാൻ തരും, ശ്രദ്ധിക്കുക. ഈ ചോദ്യം കണ്ടോ, 18.793 ഏത് സംഖ്യ കൂട്ടിയാൽ 50 കിട്ടും? ഇതിന്റെ ശരിക്കുള്ള സ്റ്റെപ്പ് 18.793 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 50. അങ്ങനെയാണ് ഒരു സംഖ്യ കൂട്ടി, ആ സംഖ്യ എക്സ് എന്ന് വിളിച്ചു. എക്സ് കാണാൻ 50-ൽ നിന്ന് 18.793 കുറയ്ക്കണം. ഇങ്ങനെയൊക്കെയാണ് ശരിക്കും ചെയ്യുന്നത്. മക്കളെ, ഇത്രയൊന്നും ഡീപ്പായിട്ട് നിങ്ങൾ എഴുതണ്ട. ഒരു സംഖ്യയോട് ഏത് സംഖ്യ കൂട്ടിയാൽ മറ്റൊരു സംഖ്യ കിട്ടും എന്നാണ് ചോദ്യമെങ്കിൽ കിട്ടിയ 50-ൽ നിന്ന് 18.793 കുറച്ചാ മതി. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആലോചിക്കുക, എന്തുകൊണ്ടാ? എടാ, 18ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 20 കിട്ടും? 2. നമുക്ക് പെട്ടെന്നറിയാം 2. അതെങ്ങനാ വന്നേ? 20-ൽ നിന്ന് 18 കുറയ്ക്കുമ്പോ 2. ഇനി 50ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 60 കിട്ടും? നമുക്കറിയാം 10. അതെങ്ങനാ വന്നേ? 60-ൽ നിന്ന് 50 കുറയ്ക്കുമ്പോ 10. 17ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 21 കിട്ടും? നമുക്കറിയാം 4. അതെങ്ങനാ വന്നേ? 21 മൈനസ് 17. അതേപോലെ 18.793 ഏത് സംഖ്യ കൂട്ടിയാൽ 50 കിട്ടും? ഇത് കാണാനായിട്ട് 50-ൽ നിന്ന് 18.793 കുറച്ചാ മതി. അപ്പൊ നമ്മൾ 50 എഴുതി, 18.793 എഴുതി. ഈ 50-ന് പോയിന്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പോയിന്റ് ഇട്ട് മേളിൽ 3 0 കൊടുക്കണം. കാര്യം പോയിന്റ് ഇല്ലാത്തത് കൊണ്ട് ആ ഒരു സ്ഥാനം ഇവിടെ വേക്കൻ്റ് ആയിട്ട് കിടക്കുക. അതുകൊണ്ട് മേളിൽ 0 കൊടുത്തു. 0-ൽ നിന്ന് 3 കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇവിടുന്ന് കടമെടുത്തോണ്ട് വരണം. 5-ൽ നിന്ന് കടം കൊടുത്തപ്പോൾ 4 ആയി, ഇവൻ 10 ആയി. 10-ൽ നിന്ന് ഇവന് കടം കൊടുത്തപ്പോൾ ഇവൻ 9 ആയി, ഇവന് കടം കൊടുത്തപ്പോൾ 9 ആയി, 9 ആയി, ഇത് 10 ആയി. കാര്യം ഇങ്ങനെ കടം കൊടുത്ത് ലാസ്റ്റ് കൊണ്ടുവരണം. 5-ൽ നിന്ന് 1 കടം കൊടുത്തു, 4 ആയി, 10. 10-ൽ നിന്ന് 1 കുറച്ചു, 10, 10, 10. അപ്പൊ ബാക്കിയെല്ലാം 9 ആയി. 10-ൽ നിന്ന് 3 പോയാ 7, 9-ൽ നിന്ന് 9 പോയാ 0, 9-ൽ നിന്ന് 7 പോയാ 2, 9-ൽ നിന്ന് 8 പോയാ 1, 4-ൽ നിന്ന് 1 പോയാ 4-ൽ നിന്ന് 1 കുറച്ചാ 3. നമ്മുടെ ഉത്തരം 31.207. ഓപ്ഷൻ സി 31.207 ആണ് ഉത്തരം. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യം വന്ന നിങ്ങൾ ആ കിട്ടിയ സംഖ്യയിൽ നിന്ന് ഈ കൂട്ടിയ സംഖ്യ അങ്ങ് കുറച്ചാ മതി. ഒന്നുകൂടെ 18.793 എന്തു കൂട്ടിയാൽ 50 കിട്ടും? 50 മൈനസ് 18.793. 27ന്റെ കൂടെ എന്തു കൂട്ടിയാൽ 40 കിട്ടും? 40 മൈനസ് 27. സെറ്റ് അല്ലേ? അടുത്ത് 13.01 പ്ലസ് 14.032 മൈനസ് 10.43ന്റെ വില എന്ത് എന്നതാണ് ചോദ്യം. അപ്പൊ ഇവിടെ കൂട്ടാനും കുറയ്ക്കാനും ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ആ കിട്ടിയതിൽ നിന്ന് ഇത് കുറയ്ക്കണം. ഇനി ബോർഡ് മാസ് റൂൾ പ്രകാരം നോക്കിയാൽ പോലും ബോർഡ് മാസ് അഡീഷൻ കഴിഞ്ഞിട്ടാണ് സബ്ട്രാക്ഷൻ. അപ്പൊ ആദ്യം ആഡ് ചെയ്യുക, കൂട്ടുക, പിന്നെ കുറയ്ക്കുക. ഇനി നിങ്ങളോട് എപ്പോഴും പറയുന്നു, കൂട്ടാനോ കുറയ്ക്കാനോ മാത്രമാണെങ്കിൽ നിങ്ങൾ ഈ ബോർഡ് മാസ് റൂൾ നോക്കിയേ വേണ്ട. ഒരറ്റത്ത് നിന്ന് അങ്ങേ അറ്റം വരെ അങ്ങ് ചെയ്തു പോയാൽ മതി. കൂട്ടാനും കുറയ്ക്കാനും മാത്രമേ ഉള്ളൂവെങ്കിൽ നമ്മൾ ആദ്യം 13.31 14.032 കൂടെ കൂട്ടുക. ഇവിടെ ഒരു 0 ഇട്ടു. കാര്യം ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് അവിടെ ഒരു വേക്കൻ്റ് ആയിട്ട് കിടക്കണ്ടെന്ന് എഴുതി 0 ഇട്ടു. പോയിന്റ് ഒരേ നിരയിൽ 0 2 കൂടെ കൂട്ടിയാൽ 2, 1 3 4 0, 4 3 7, 1 1 2. നമുക്ക് 27.042 കിട്ടി. ആദ്യം ഇത് രണ്ടും കൂടെ കൂട്ടി. അപ്പൊ 27.042 കിട്ടി.
ഈ 27.042 നിന്ന് 10.43 കുറയ്ക്കണം. കാര്യം മൈനസാ. ഇവരുടെ അടിയിൽ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു 0 ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു. 2 നിന്ന് 0 കുറച്ച 2 നിന്ന് 0 കുറച്ച 2, 4 നിന്ന് 3 കുറച്ച 1, 0 നിന്ന് 4 കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടേക്ക് ഒരു 10 കൊടുത്തു. കാര്യം ഒരൊന്ന് ഇവിടേക്ക് കൊടുത്തപ്പോൾ ഇവൻ 10 ആയി, ഇവന്റെ 1 പോയതുകൊണ്ട് ഇവൻ 6 ആയി. 10 നിന്ന് 4 പോയ 6 പോയിന്റ് ഇട്ടു. 6 നിന്ന് 0 കുറച്ച 6 തന്നെ, 2 നിന്ന് 1 കുറച്ച 1 തന്നെ. നമുക്ക് പറയാം 16.612 ആണ് ഉത്തരം. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. 16.612 പക്ക. ആദ്യം ഇത് രണ്ടും കൂടെ കൂട്ടി ആ കിട്ടിയതിൽ നിന്ന് ഇത് കുറച്ചു. അടുത്ത 2021 ചോദിച്ച ഒരു പോയിന്റ് വരുന്ന സംഖ്യയുടെ ഗുണനമാണ്. മക്കളെ, പോയിന്റ് വരുന്ന സംഖ്യയെ ഗുണിക്കാനാണ് ഏറ്റവും എളുപ്പം. പോയിന്റ് വരുന്ന സംഖ്യയെ ഗുണിക്കാനാണ് ഏറ്റവും എളുപ്പം. അങ്ങനെ പറയാൻ കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 0.02 ഇൻറ്റു 0.04 ഇൻറ്റു 0.1 ഉത്തരവാണ് ചോദിച്ചേക്കുന്നത്. മക്കളെ, പോയിന്റ് വരുന്ന സംഖ്യ ഗുണിക്കാൻ നമ്മൾ ഈ സംഖ്യയെ പോയിന്റ് ഇല്ലാതെ എഴുതി ഗുണിക്കുക. 0.2നെ പോയിന്റ് ഇല്ലാതെ എഴുതിയ 2 ഗുണം 0.04നെ പോയിന്റ് ഇല്ലാതെ എഴുതിയ 4, 0.1നെ പോയിന്റ് ഇല്ലാതെ എഴുതിയ 1. ഇനി ഇതെല്ലാം കൂടെ ഗുണിച്ച് 8 എന്ന് വരും. 2 4 8, 8 1 8, 8 1 9 പറയരുത്, 8 ഗുണനമാണ്. ഇനി പോയിന്റ് കഴിഞ്ഞ് ചോദ്യത്തിൽ എത്ര സ്ഥാനം മുഴുവനുണ്ടോ അത് കൊടുക്കുക. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം, ഇവിടെ 1 സ്ഥാനം, ഇവിടെ 1 സ്ഥാനം. അപ്പൊ പോയിന്റ് കഴിഞ്ഞ് മൊത്തം 4 സ്ഥാനം ചോദ്യത്തിലുണ്ട്. 2 3 1. അപ്പൊ നമ്മുടെ ഉത്തരത്തിൽ 4 സ്ഥാനം വേണം. അപ്പൊ ഇവിടെ 1 സ്ഥാനത്തിനുള്ള വകുപ്പേ ഉള്ളൂ. നമ്മൾ ഒരു 4 സ്ഥാനം 0 വിട്ടാക്കി പോയിന്റ് ഇടും. എപ്പോഴും സ്ഥാനം കൊടുക്കാൻ ഇങ്ങോട്ട് നോക്കണം. അങ്ങോട്ട് കൊടുത്താൽ ഇത് 8000 ആയി മാറും. അപ്പൊ 8 ഉള്ളൂ. നമുക്ക് മൊത്തം 4 സ്ഥാനം വേണം. അതുകൊണ്ട് 8 1 സ്ഥാനമേ ആയുള്ളൂ. 2 സ്ഥാനം, 3 സ്ഥാനം, 4 സ്ഥാനം. നമ്മുടെ ഉത്തരം 0.0008. അപ്പൊ ഒന്നുകൂടെ നമ്മൾ ഇവരെ പോയിന്റ് ഇല്ലാതെ എഴുതി. ഇവനെ പോയിന്റ് ഇല്ലാതെ എഴുതുമ്പോ 2, ഇവനെ പോയിന്റ് ഇല്ലാതെ എഴുതുമ്പോ 4, ഇവനെ പോയിന്റ് ഇല്ലാതെ എഴുതുമ്പോ 1, പോയിന്റ് ഇല്ലാതെ എഴുതി ഗുണിച്ചു 8. ഇനി നമ്മുടെ ചോദ്യത്തിൽ പോയിന്റ് കഴിഞ്ഞ് മൊത്തം എത്ര സ്ഥാനം? ഇവിടെ 2, ഇവിടെ 1, ഇവിടെ 1. അപ്പൊ മൊത്തം 4 സ്ഥാനം. അപ്പൊ നമ്മുടെ ഉത്തരത്തിലും 4 സ്ഥാനം വേണം. ഇവിടെ 1 ഉള്ളൂ, അതുകൊണ്ട് ബാക്കി 0. 2 3 4 0.308. 0.308. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. അടുത്ത ചോദ്യം 1 ഇൻറ്റു 0.1 ഇൻറ്റു 0.001 വില എത്ര? പോയിന്റ് വരുന്ന സംഖ്യയുടെ ഗുണനമാണ്. അപ്പൊ നമ്മൾ അവരെ പോയിന്റ് ഇല്ലാതെ എഴുതാനായിട്ട് പോവാ. 1നെ എഴുതി. 1നെ പോയിന്റ് ഇല്ലാതെ എഴുതാനൊന്നുമില്ല, അത് 1 തന്നെയല്ലേ. 0.01നെ പോയിന്റ് ഇല്ലാതെ എഴുതിയാൽ അത് 1 ആണ്. 0.301നെ പോയിന്റ് ഇല്ലാതെ എഴുതിയ 1. 1 ഇൻറ്റു 1 ഇൻറ്റു 1 എന്ത് തന്നെയാ? 1 തന്നെ. ഇനി നമ്മുടെ ചോദ്യത്തിൽ ഇവിടെ പോയിന്റ് കഴിഞ്ഞ് സ്ഥാനമൊന്നുമില്ല. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 4 സ്ഥാനം. അപ്പൊ നമ്മുടെ ഉത്തരത്തിൽ പോയിന്റ് കഴിഞ്ഞ് 6 സ്ഥാനം വേണം. വേണ്ടായോ? ഇവിടെ സ്ഥാനമൊന്നുമില്ല. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6. അപ്പൊ നമ്മുടെ ഉത്തരത്തിൽ ചോദ്യത്തിൽ പോയിന്റ് കഴിഞ്ഞ് 6 സ്ഥാനം. അപ്പൊ മക്കളെ, നമ്മുടെ ഉത്തരത്തിലും പോയിന്റ് കഴിഞ്ഞ് 6 സ്ഥാനം. ഇവിടെ 1 ഉള്ളൂ. ബാക്കി 2 സ്ഥാനം, 3 സ്ഥാനം, 4 സ്ഥാനം, 5 സ്ഥാനം, 6 സ്ഥാനം. 0.501. ഓപ്ഷൻ എല്ലാരെയും കണ്ട ഒരു അമ്മ പെറ്റ മക്കളെ പോലെ ഇരിക്കും. കൃത്യമായി നോക്കിയിട്ട് ടിക്ക് ചെയ്യണം. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 4 0 ഉള്ളൂ. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 1 2 3 4 5 0 1. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി പക്ക ക്ലിയർ ആണ്.
ഞാനൊരു ചോദ്യം ഇവിടെ വെറുതെ തരട്ടെ. 1.2 ഇൻറ്റു 0.2 ഇൻറ്റു 0.04ന്റെ വില എത്ര? ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവോ? നമ്മൾ പോയിന്റ് ഇല്ലാതെ ഇവരെ എഴുതി. പോയിന്റ് ഇല്ലാതെ എഴുതുമ്പോ 12 ഗുണം 2 ഗുണം 4. ഇവൻ പോയിന്റ് ഇല്ലാതെ എഴുതുമ്പോ 12, പോയിന്റ് ഇല്ലാതെ എഴുതുമ്പോ 2, പോയിന്റ് ഇല്ലാതെ എഴുതുമ്പോ 4. ഇനി ഇതെല്ലോടെ ഗുണിച്ചു. 12ഉം 2ഉം 24. 24 ഗുണം 4 96 എന്ന് വരും. ഓക്കെ, 96. ഇനി നമ്മുടെ ചോദ്യത്തിൽ പോയിന്റ് കഴിഞ്ഞ് 1 സ്ഥാനം, 2 സ്ഥാനം, 4 സ്ഥാനം. ഇവിടെ 1, 2, 3, 4. നമ്മുടെ ചോദ്യത്തിൽ പോയിന്റ് കഴിഞ്ഞ് 4 സ്ഥാനം. സോ നമ്മുടെ ഉത്തരത്തിലും പോയിന്റ് കഴിഞ്ഞ് 4 സ്ഥാനം. ഇവിടെ ഇപ്പൊ 2 ഉള്ളൂ. 3 സ്ഥാനം 4 സ്ഥാനം നമ്മൾ കയ്യിൽ നിന്നിട്ടു പുറകോട്ട് 0 ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു. നമ്മുടെ ഉത്തരം 0.0096 സെറ്റാണ്. അടുത്ത ചോദ്യം ഡിവിഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. 2023 ഖാദി ബോർഡിന്റെ മറ്റൊരു ചോദ്യം. 9 ഡിവിഷൻ 0.9 ഇൻറ്റു 9 ഡിവിഷൻ 0.9ന്റെ വില എന്താ എന്നതാണ് ചോദ്യം. മക്കളെ, ഇങ്ങനെ ബൈ ഒക്കെ വരുന്ന ഡിവിഷന്റെ പ്രോബ്ലം ആണെങ്കിൽ ഇത് ചെയ്യാനായിട്ടൊരു എളുപ്പവഴിയുണ്ട്. ഇതിൻ്റെ ഇടയിൽ പ്ലസോ മൈനസോ ഒന്നും പാടില്ല. പ്ലസോ മൈനസോ ഒക്കെ വന്നാൽ പ്രത്യേകം ചെയ്യാനേ പറ്റുള്ളൂ. ഇൻഡുവും ഡിവിഷനും മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ പോയിന്റ് ഇല്ലാതെ ഇവരെ അങ്ങ് എഴുതുക. ഇപ്പം മേളിൽ പോയിന്റ് ഇല്ലാതെ എഴുതുമ്പോൾ 9. കാര്യം അത് ഓൾറെഡി പോയിന്റ് ഇല്ലല്ലോ. ഡിവൈഡഡ് ബൈ പോയിന്റ് ഇല്ലാതെ എഴുതുമ്പോൾ 9 ഇൻറ്റു മേളിൽ പോയിന്റ് ഇല്ലാതെ എഴുതുമ്പോൾ 9, താഴെയും പോയിന്റ് ഇല്ലാതെ എഴുതുമ്പോൾ 9. അടുത്ത പോയിന്റ് ഇല്ലാതെ എഴുതുമ്പോൾ 9 പോയിന്റ് ഇല്ലാതെ എഴുതുമ്പോൾ 9. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മക്കളെ, ന്യൂമറേറ്റർ ഭാഗത്ത്, അതായത് മേളിൽ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനങ്ങളുണ്ട്? മേളിൽ പോയിന്റ് കഴിഞ്ഞ് സ്ഥാനങ്ങളൊന്നും ഇല്ല. കാര്യം എല്ലാം പൂർണ്ണസംഖ്യകളാണ്. 9 പൂർണ്ണസംഖ്യകളാണ്. താഴെ പോയിന്റ് കഴിഞ്ഞ് ഇവിടെ ഒരു സ്ഥാനം, ഇവിടെ ഒരു സ്ഥാനം. താഴെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനങ്ങളുണ്ട്. ഉണ്ടോ? മേളിൽ പോയിന്റ് കഴിഞ്ഞ് സ്ഥാനങ്ങളൊന്നുമില്ല, എല്ലാം പൂർണ്ണസംഖ്യകളാണ്. താഴെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം. ഇനി ഞാൻ പറയാൻ പോകുന്ന ശ്രദ്ധിക്കുക. താഴെയും മുകളിലും പോയിന്റ് കഴിഞ്ഞുള്ള സ്ഥാനങ്ങളുടെ എണ്ണം സെയിം ആണെങ്കിൽ ഒന്നുമില്ല, നോർമലായി ചെയ്യാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, മേളിൽ പോയിന്റ് കഴിഞ്ഞ് 0 സ്ഥാനം, താഴെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം. മേളത്തുകാർക്ക് പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനത്തിന്റെ കുറവുണ്ട്. അതുകൊണ്ട് മേളിൽ ഒരു 100 കൊടുക്കുക. ഒന്നുകൂടെ, മേളിൽ പോയിന്റ് കഴിഞ്ഞ് സ്ഥാനമൊന്നുമില്ല, താഴെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം. മേളത്തുകാർക്ക് പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനത്തിന്റെ കുറവുണ്ട്. മേളത്തുകാർക്ക്, കാര്യം മേളിൽ 0 താഴെ 2. നിങ്ങൾ ചിന്തിക്കരുത് വലുതോ ചെറുതോ ഒന്നും അല്ല, പോയിന്റ് കഴിഞ്ഞുള്ള സ്ഥാനങ്ങളിലെ കാര്യം. മേളിൽ സ്ഥാനമൊന്നുമില്ല, താഴെ 2 സ്ഥാനം. മേളത്തുകാർക്ക് ഒരു 2 സ്ഥാനത്തിന്റെ കുറവുണ്ട്. അതുകൊണ്ട് നമ്മൾ മേളിൽ ഒരു 100 കൊടുത്തു. മോനെ, കുറവ് എവിടാണോ അവിടെ കൊടുക്കുക. അത് കണക്കിലായാലും ജീവിതത്തിലായാലും എവിടെ കുറവുണ്ടോ അത് അവിടെ കൊടുക്കണം. ഇവിടെ മേളിൽ 2 സ്ഥാനത്തിന്റെ കുറവുണ്ട്, അവർക്ക് 2 സ്ഥാനത്തിന്റെ കുറവുണ്ട് മേളിൽ. അതുകൊണ്ട് അവർക്ക് ഒരു 100 കൊടുത്തു. താഴെ ആയിരുന്നു കുറവെങ്കിൽ താഴെ കൊടുക്കും. 1 സ്ഥാനത്തിന്റെ കുറവാണ് 10, 2 സ്ഥാനത്തിന്റെ കുറവാണ് 100, 3 സ്ഥാനത്തിന്റെ കുറവാണ് 1000. ഇത്രേ ഉള്ളൂ. 4 സ്ഥാനമാണ് 10000. അങ്ങനെ പോകും. 9 ക്യാൻസലായി. കാര്യം താഴെ മേളിൽ എല്ലാവരും വെട്ടിപ്പോവും. ബാക്കി എന്തേ ഉള്ളൂ? നമ്മുടെ ഉത്തരം ചുമ്മാ പൊളിയായിട്ട് കിട്ടും. ഓപ്ഷൻ സി 100. ഒന്നുകൂടെ നമ്മൾ ഇവരെ പോയിന്റ് ഇല്ലാതെ ഈ ക്വസ്റ്റ്യൻ എഴുതാൻ പോവാ. മേളിൽ പോയിന്റ് ഇല്ലാതെ എഴുതി 9, 0.9 പോയിന്റ് ഇല്ലാതെ എഴുതി 9, 9 എഴുതി, 0.9 പോയിന്റ് ഇല്ലാതെ എഴുതി 9. ഇനി മേളിൽ നോക്കിക്കഴിഞ്ഞാൽ അംശഭാഗത്ത് പോയിന്റ് ഇല്ലാത്ത സ്ഥാനങ്ങളൊന്നുമില്ല, 0. താഴെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനങ്ങളുണ്ട്, ഇവിടെ ഒരു സ്ഥാനം, ഇവിടെ ഒരു സ്ഥാനം. മേളിൽ പോയിന്റ് കഴിഞ്ഞ് സ്ഥാനങ്ങളില്ല, താഴെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമുണ്ട്. മേളത്തുകാർക്ക് ഒരു 2 സ്ഥാനത്തിന്റെ കുറവുണ്ട്.
അതുകൊണ്ട് 2 സ്ഥാനം കുറവുണ്ടായത് കൊണ്ട് 100 കൊടുത്തു. മേളത്തുകാർക്കാ കുറവ് എവിടാണോ അവിടെ. ഇതും വെട്ടി ബാക്കി നമ്മുടെ ഉത്തരം 100. അടുത്ത ചോദ്യം ഒരു 12th മെയിൻസിന് വന്ന 2023 ശ്രദ്ധിക്കുക. 0.001 into 0.04 divided by 0.004 into 0.01 നമ്മൾ എഴുതാൻ പോവാണ്. നമ്മൾ ആദ്യം ഇവരെ പോയിന്റ് ഇല്ലാതെ എഴുതാൻ പോവാ. ഇവനെ പോയിന്റ് ഇല്ലാതെ എഴുതുമ്പോൾ 1 into 0.04നെ പോയിന്റ് ഇല്ലാതെ എഴുതുമ്പോൾ 4 ഡിവൈഡഡ് ബൈ 0.004നെ പോയിന്റ് ഇല്ലാതെ എഴുതുമ്പോൾ 4 into 0.01നെ പോയിന്റ് ഇല്ലാതെ എഴുതുമ്പോ 1. ഇനി മേളിൽ പോയിന്റ് കഴിഞ്ഞ് ഇവിടെ 3 സ്ഥാനം, ഇവിടെ 2, അങ്ങനെ മൊത്തം 5 സ്ഥാനം പോയിന്റ് കഴിഞ്ഞ്. താഴെ പോയിന്റ് കഴിഞ്ഞ് 1, 2, 3, 4, 5 സ്ഥാനം. മക്കളെ മേളിൽ 5 സ്ഥാനം, താഴെയും 5 സ്ഥാനം. മേളത്തുകാർക്കും 5 സ്ഥാനം, താഴത്തുകാർക്കും 5 സ്ഥാനം. ഇവിടെ ആർക്കും ഒരു കുറവുമില്ല. എല്ലാവർക്കും 5-5 വീതം ഉണ്ട്. അപ്പൊ ആർക്കും കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ട് അങ്ങ് ചെയ്താൽ മതി. ഇതിന്റെ ഉത്തരം അങ്ങനെയായിരിക്കും. കുറവ് എവിടാണോ അവിടെ കൊടുക്കണം. 1 സ്ഥാനമാണ് 10, 2 സ്ഥാനമാണ് 100, 3 സ്ഥാനമാണ് 1000. ഇവിടെ ആർക്കും കുറവില്ല. മേളിലും 5, താഴെയും 5. അതുകൊണ്ട് നോർമലായി അങ്ങ് ചെയ്താൽ മതി. ഈ 4 1 വെട്ടി ബാക്കി നമ്മുടെ ഉത്തരം 1. ഓപ്ഷൻ സി 1. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇത് ഇങ്ങനെ വെട്ടിയിട്ട് എല്ലാവരും പോയി എന്ന് പറഞ്ഞ് 0 എഴുതിയ ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. നിങ്ങളും അങ്ങനെ അല്ല എന്ന് കരുതുന്നു. കാര്യം എല്ലാരെയും വെട്ടിക്കളഞ്ഞാൽ ബാക്കി എല്ലാരും പോയി. അപ്പൊ നമ്മുടെ ഉത്തരം 1. 1. ഓക്കെ ആണ്. ഇനി ഇതേപോലെ ഒരു ചോദ്യം കൂടെ ഞാൻ പറയാം, ശ്രദ്ധിക്കുക. ഒരു ചോദ്യം കൂടെ 0.08 into 0.16 divided by 0.002. ഇതാണ് ചോദ്യം. എന്നിരിക്കട്ടെ, നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. 0.08 into 0.16 divided by 0.002ന്റെ വില എത്ര എന്നതാണ് ചോദ്യം. അപ്പൊ നമ്മൾ ആദ്യം ഇവരെ പോയിന്റ് ഇല്ലാതെ എഴുതുക. പോയിന്റ് ഇല്ലാതെ എഴുതുമ്പോ ഇവനെ പോയിന്റ് ഇല്ലാതെ എഴുതുമ്പോ 8 ഗുണം ഇവനെ പോയിന്റ് ഇല്ലാതെ എഴുതുമ്പോ 16 ഡിവൈഡഡ് ബൈ ഇവനെ പോയിന്റ് ഇല്ലാതെ എഴുതുമ്പോ 2. ഇനി നിങ്ങൾ നോക്കുക, മേളിൽ പോയിന്റ് കഴിഞ്ഞു 2, 3, 4 സ്ഥാനമുണ്ട്. താഴെ പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനമേ ഉള്ളൂ. എടാ മേളി 4 സ്ഥാനം, എടാ താഴെ 3 സ്ഥാനം. എടാ താഴത്തുകാർക്ക് 1 സ്ഥാനത്തിന്റെ കുറവുണ്ട്. പാവങ്ങളാ, താഴത്തുകാർക്ക് 1 സ്ഥാനത്തിന്റെ കുറവുണ്ട്. അതുകൊണ്ട് അവർക്കൊരു 10 കൊടുക്കണം. ഒന്നുകൂടെ, മേളിൽ 4 സ്ഥാനം, താഴെ 3 സ്ഥാനം. കുറവ് എവിടാണോ അവിടെ കൊടുക്കണം. താഴെയാ കുറവ്, താഴെ കൊടുക്കണം. 1ന്റെ കുറവുണ്ട്, അതുകൊണ്ട് താഴെ 10. കുറവുള്ളവന് കൊടുക്കുക. താഴത്തുകാർക്ക് 1 സ്ഥാനം കുറവ്, അവിടെ 10. ഓക്കെ, മേളത്തുകാർക്കാരനെ അവിടെ കൊടുത്തേനെ. ഇനി വെട്ടുക. ഒരു 2 ഇതോടെ വെട്ടുമ്പോ 4 ആയി. വേണേ 10 ഹരിക്കാൻ, ഞാൻ ഹരിക്കാഞ്ഞതാണ്. 4 ഗുണം 16 64/10 എന്ന് വന്നു. മക്കളെ, ഏതെങ്കിലും ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കാൻ 1 സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇട്ടാ മതി. നമ്മുടെ ഉത്തരം 6.4 എന്ന് പറയാം. ഞാൻ ബോധപൂർവ്വം ആ 10 വെട്ടാഞ്ഞതാണ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി. അടിയിൽ 10, 100, 1000 ഒക്കെ വന്ന പൊന്മുട്ട ഇടുന്ന താറാവാ, പെട്ടെന്ന് കൊല്ലരുത്. അപ്പൊ ഇവിടെ വെട്ടിക്കളഞ്ഞപ്പോ 64/10 എന്ന് വന്നു. ഏതെങ്കിലും ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കാൻ 1 സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇട്ടാൽ മതി. 100 ആയിരുന്നെങ്കിൽ 2 സ്ഥാനം, 1000 ആയിരുന്നെ 3 സ്ഥാനം. ഇവിടെ 10 കൊണ്ട് ഹരിക്കാൻ 1 സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇട്ടു. 6.4 എന്ന് നിസ്സംശയം പറയാം. അടുത്ത്, ഒരു കുപ്പിയിൽ 0.9 ലിറ്റർ വെള്ളമുണ്ട്. 0.15 ലിറ്റർ കൊള്ളുന്ന എത്ര ഗ്ലാസുകൾ ഇതുകൊണ്ട് നിറയ്ക്കാം എന്നതാണ് ചോദ്യം.
അതായത് ഒരു കുപ്പിയുണ്ട്, ആ കുപ്പിയിൽ 0.9 ലിറ്റർ വെള്ളമുണ്ട്. ഇനി ഒരു ഗ്ലാസിന്റെ അളവ് 0.15 ആണ്. ഈ 0.15 വെള്ളമുള്ള ഗ്ലാസ് ഉണ്ടെങ്കിൽ എത്ര ഗ്ലാസുകൾ നമുക്ക് നിറയ്ക്കാം? ഇങ്ങനെ ഒരു ചോദ്യം വന്ന മക്കളെ 0.9നെ 0.15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. കാര്യം നമ്മുടെ കയ്യിലുള്ള മൊത്തം കുപ്പിയുടെ കപ്പാസിറ്റി 0.9 നമ്മുടെ കയ്യിലുള്ള ഒരു ഗ്ലാസിന്റെ കപ്പാസിറ്റി 0.15 മൊത്തം 0.9 ഉണ്ട്, ഒരു ഗ്ലാസ്സിൽ 0.15 ഉണ്ട്. അങ്ങനെ എത്ര ഗ്ലാസ്സിൽ വെക്കാമെന്ന് ചോദിച്ചാൽ മുഴുവൻ കപ്പാസിറ്റി ആയ 0.9നെ ഒരു ഗ്ലാസിന്റെ കപ്പാസിറ്റി ആയ 0.15 കൊണ്ട് ഹരിച്ചാ മതി. ഇനി ഹരിക്കുന്നതിന്റെ ലോജിക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനൊരു കാര്യം കൂടെ പറയാം. നമ്മുടെ കയ്യില് 50 മില്ലി ലിറ്റർ സോഡ ഉണ്ടെന്നിരിക്കട്ടെ. 50 മില്ലി ലിറ്റർ സോഡ, 50 മില്ലി ലിറ്റർ. 10 മില്ലി ലിറ്ററിന്റെ ഗ്ലാസ്സും ഉണ്ട്. എത്ര ഗ്ലാസ് നിറയ്ക്കാം? 10, 20, 30, 40, 50, 5 ഗ്ലാസ്. അതെങ്ങനെ മനസ്സിലായി? 50/10. ഇനി നമ്മുടെ കയ്യില് 1000 മില്ലി ലിറ്റർ, അതായത് 1 ലിറ്റർ പാലുണ്ടെന്നിരിക്കട്ടെ. ഒരു മൊന്തക്കകത്ത് 100 മില്ലി ലിറ്റർ തികയും. അങ്ങനെ എത്ര മൊന്ത നിറയ്ക്കാൻ പറ്റും? 100, 200, 300, 400, 500, 600, 700, 800, 900, 1000, 10 എണ്ണം. അതെങ്ങനെ മനസ്സിലായി? 1000ത്തെ ഒരു മൊന്തയുടെ കപ്പാസിറ്റി ആയ 100 കൊണ്ട് ഹരിച്ചു. അതേപോലെ ഇവിടെ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന കുപ്പിയിൽ മൊത്തം 0.9 ഉണ്ട്. ആ കുപ്പി വെച്ച് ഗ്ലാസ് നിറയ്ക്കുന്നു. ഒരു ഗ്ലാസ്സിൽ 0.15 കൊള്ളും. അങ്ങനെ എത്ര ഗ്ലാസ് വേണോന്ന് ചോദിച്ചാൽ 0.9നെ 0.15 കൊണ്ട് ഹരിക്കണം, ഡിവൈഡ് ചെയ്യണം. 2023 12th മെയിൻസാ. ഇത് ഹരിക്കാനായിട്ട് നമ്മൾ ആദ്യം ഇവരെ പോയിന്റ് ഇല്ലാതെ എഴുതി. 0.9നെ പോയിന്റ് ഇല്ലാതെ എഴുതുമ്പോൾ 9, 0.15നെ പോയിന്റ് ഇല്ലാതെ എഴുതുമ്പോൾ 15. ഇനി മോളിൽ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം, താഴെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം. മോനെ കണക്കിലായാലും ജീവിതത്തിലായാലും കുറവുള്ളവന് കൊടുക്കണം. മോളിൽ 1 സ്ഥാനം, താഴെ 2 സ്ഥാനം. മോളത്തുകാർക്ക് പാവം ഒരു സ്ഥാനത്തിന്റെ കുറവുണ്ട്, ഒരു സ്ഥാനത്തിന്റെ കുറവുണ്ടായോണ്ട് കൊടറ അവനൊരു 10. മുമ്പോട്ട് വാ. ഇനി വെട്ട 3ഉം 9ഉം 15 3 വെച്ച് വെട്ടാം. 3 9, ഇത് 5. 5ഉം 10ഉം 5 കൊണ്ട് ഹരിക്കാം. ഒരഞ്ച് 5, ഈ 5 10. നമ്മുടെ ഉത്തരം 6. ഒന്നുകൂടെ 0.9 മൊത്തം കപ്പാസിറ്റി, ഒരു ഗ്ലാസിന്റെ കപ്പാസിറ്റി 0.15. എത്ര ഗ്ലാസ് വേണം? 0.9നെ 0.15 കൊണ്ട് ഹരിക്കണം. പോയിന്റ് ഇല്ലാതെ എഴുതുമ്പോൾ 9/15. മുകളിൽ 1 സ്ഥാനം, താഴെ 2 സ്ഥാനം. മുകളത്തുകാർക്ക് 1 സ്ഥാനത്തിന്റെ കുറവുണ്ട്, പാവം കൊടവനൊരു 10. 3 വെച്ച് വെട്ടുമ്പോ ഈ മേളിൽ 3 ആവും, ഇത് 5 ആവും. 5 വെച്ച് താഴെ മേളിലും ഹരിച്ചാൽ 10നെ ഹരിച്ചാൽ 2, താഴെ 1, 2. നമ്മുടെ ഉത്തരം 6. സെറ്റ്. അടുത്ത് 0.00015നെ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാൽ 15 കിട്ടും? 2020 LP ക്വസ്റ്റ്യൻ ആണ്, SCRT ടെക്സ്റ്റ് എന്നുള്ള ചോദ്യം. ഇതെങ്ങനെ വന്നു മക്കളെ? 0.00015നെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചു. ഞാൻ ആ സംഖ്യയെ X എന്ന് വിളിച്ചു. അപ്പൊ നമുക്ക് 15 കിട്ടും. ഒന്നുകൂടെ ഒറ്റയടിക്ക് ഡിവിഷൻ ചെയ്യുന്ന ചിലർക്ക് കിട്ടും, എന്നാലേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 0.00015നെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചു. ഞാൻ ആ സംഖ്യ X എന്ന് വിളിച്ചു. അപ്പൊ നമുക്ക് 15 കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇത് ക്രോസ് ചെയ്ത നമുക്ക് പറയാൻ കഴിയും 15x സമം 0.00015 ക്രോസ് ചെയ്യുമ്പോൾ. ആലോചിച്ചു, ഇവിടെ ആരുമില്ല, അതുകൊണ്ട് അതുപോലെ എഴുതി. ഇത് രണ്ടും കൂടെ ക്രോസ് ചെയ്താൽ മൾട്ടിപ്ലൈ ചെയ്താൽ 15x കിട്ടും. അങ്ങനെയാണ് x കാണാൻ ഇതിവിടെ വന്ന് ഡിവിഷൻ ആവും.
0.00015 ഡിവൈഡഡ് ബൈ 15. ചില ആളുകൾക്ക് ഒറ്റയടിക്ക് കിട്ടും ഇൻറ്റു 1000 എന്നുള്ള കാര്യം. ഞാൻ അതിലേക്ക് വരാം. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു ഡിവിഷൻ വന്ന പോയിന്റ് ഇല്ലാതെ എഴുതുക. പോയിന്റ് ഇല്ലാതെ എഴുതിയാൽ ഇത് 15ഉം ഇത് 15ഉം, മേളിൽ 15 താഴെ 15. ഇനി മുകളിൽ പോയിന്റ് കഴിഞ്ഞ് 1000 അല്ല 1,00,000. മുകളിൽ പോയിന്റ് കഴിഞ്ഞ് മക്കളെ എത്ര സ്ഥാനമുണ്ട്? പോയിന്റ് കഴിഞ്ഞ് മക്കളെ 5 സ്ഥാനം. താഴെ പോയിന്റ് കഴിഞ്ഞ് സ്ഥാനമൊന്നുമില്ല. മുകളിൽ പോയിന്റ് കഴിഞ്ഞ് 5 സ്ഥാനം, താഴെ സ്ഥാനമൊന്നുമില്ല. അതുകൊണ്ട് താഴെ 1 എഴുതി 5 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ ആണോ? താഴെ ഈ 15ഉം ഈ 15 കൂടെ പോയി. നമ്മുടെ ഉത്തരം 1/1,00,000. നമ്മുടെ ഉത്തരം 1/1 കഴിഞ്ഞ് 5 0, 1/1,00,000. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. സെറ്റാണ്. മുമ്പോട്ട് വാ. അപ്പൊ ഞാൻ ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ പറയുന്നു. 0.00015 0.00015 ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചു. അപ്പൊ 0.00015 ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചു. ഞാൻ ആ സംഖ്യ എക്സ് എന്ന് വിളിച്ചു. അപ്പോ 15 കിട്ടും. ആ സംഖ്യ ഏത്? എക്സ് ഏതാണെന്ന് ചോദിച്ചു. ഇതൊന്ന് ക്രോസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ഈ സൈഡിൽ 15 എക്സ് എന്ന് വന്നു. കാര്യം 15 എക്സ് കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് 0.00015 എന്നായി. അങ്ങനെയാണ് എക്സിന്റെ വാല്യൂ കാണാൻ ഈ 15 ഇവിടെ വന്നു ഡിവിഷൻ ആവും. 0.00015 ഡിവിഷൻ 15. കാര്യം ഒരു സമചിഹ്നത്തിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻഡു ഡിവിഷൻ ആവും. ഇങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ. എന്തുവാ? നമ്മൾ ഇവരെ പോയിന്റ് ഇല്ലാതെ എഴുതി. മേളിൽ പോയിന്റ് ഇല്ലാതെ എഴുതുമ്പോ 15 ബൈ താഴെയും പോയിന്റ് ഇല്ലാതെ എഴുതുമ്പോ, എഴുതാനൊന്നുമില്ല, താഴെയെല്ലാം പോയിന്റ് ഇല്ലാതെ 15. ഇനി മുകളിൽ പോയിന്റ് കഴിഞ്ഞു മക്കളെ 5 സ്ഥാനം. താഴെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം ഒന്നും പറയരുത്. പോയിന്റ് കഴിഞ്ഞ് സ്ഥാനമില്ല. കാര്യം എല്ലാം കറക്റ്റാ. പോയിന്റ് കഴിഞ്ഞ് സ്ഥാനമില്ല. മുകളിൽ പോയിന്റ് കഴിഞ്ഞ് 5 സ്ഥാനം, താഴെ പോയിന്റ് കഴിഞ്ഞ് സ്ഥാനമില്ല. താഴത്തുകാര് പാവങ്ങളാ. അവർക്കൊരു 5 സ്ഥാനത്തിന്റെ കുറവുണ്ട്. കുറവ് എവിടാ? താഴെ 5 സ്ഥാനത്തിന്റെ കുറവുണ്ട്. അതുകൊണ്ട് നമ്മൾ താഴെ 5 സ്ഥാനത്തിന്റെ കുറവുണ്ടായതുകൊണ്ട് 1,00,000 കൊണ്ട് ഗുണിക്കണം. കാര്യം ഒരു സ്ഥാനത്തിന്റെ കുറവാണ് 10, 2 സ്ഥാനത്തിന്റെ കുറവാണ് 100, 3 സ്ഥാനത്തിന്റെ കുറവാണ് 1000, 4 സ്ഥാനത്തിന്റെ കുറവാണ് 10,000, 5 സ്ഥാനത്തിന്റെ കുറവാണ് 1,00,000. ഇനിയും താഴെ മേളിലൂടെ വെട്ടിപ്പോവും 15ഉം 15ഉം. നമ്മുടെ ഉത്തരം 1/1,00,000. നമ്മുടെ ഉത്തരം 1/1,00,000. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. സെറ്റാണ്. മുമ്പോട്ട് പോകാം. പഠിച്ചു എന്ന് കരുതുന്നു. അടുത്ത ചോദ്യം ഇതാ. 0.333 എക്സെട്ര എന്നതിന്റെ ഭിന്നക രൂപം ഏതാണ് എന്നതാണ് ചോദ്യം. 2021 ഒരു 12th മെയിൻസിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യനുകളിൽ ഒന്നാണ് ഈ മോഡൽ. പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇതിനെ റിക്കർസീവ് ഡെസിമൽ എന്നാണ് പറയുക. ആവർത്തിക്കുന്ന ദശാംശ സംഖ്യകൾ. ഇത് വെച്ചുള്ള ചോദ്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. നിർബന്ധമായിട്ടും പഠിക്കണം. ഇപ്പൊ കുറച്ചു പേര് ചിന്തിക്കും 0.333 എക്സെട്ര. എടാ, ഈ ക്ലാസിന്റെ തുടക്കത്തിൽ തന്നെ ഭിന്നകം എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉള്ള സാധനം ആക്കാനായിട്ട് നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ 333 എന്ന് എഴുതി. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം ആയതുകൊണ്ട് നമ്മൾ അടിയിൽ 1000 എന്ന് കൊടുത്തു. ഒരു സ്ഥാനമാണ് 10, 2 സ്ഥാനമാണ് 100. ശരിയല്ലേ? എന്നാൽ ഇത് 100% തെറ്റാ. എന്തുകൊണ്ടാ തെറ്റെന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യം ചെയ്തതിൻ്റെ അകത്ത് കൃത്യമായ ഒരു എണ്ണം ഉണ്ട്. 3 3 3 3 പേരേ ഉള്ളൂ. അതുകൊണ്ട് അടിയിൽ 1000. 2 പേരേ ഉള്ളൂ, അടിയിൽ 10. പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനമേ ഉള്ളൂ, അടിയിൽ 10.
പോയിന്റ് കഴിഞ്ഞ് 2 പേരാണ് 100, മുമ്പേ പറഞ്ഞ മാറി. പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനമേ ഉള്ളൂ 1000. ഇവിടെ എത്ര സാധനം ഉണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല. ഇതിങ്ങനെ പോവാ, കണ്ടോ? ഇത് അവസാനിക്കുന്നില്ല, കണ്ടോ? ഇൻഫിനിറ്റി. അതുകൊണ്ട് അവസാനം കുറെ എക്സെട്ര ഇട്ടേക്കുന്നു. ഒന്നുകിൽ ഇങ്ങനെ പോയി ഇൻഫിനിറ്റി എന്ന് പറയും, അല്ലെ കുറെ എക്സെട്ര എന്ന് പറയും. ഈ സാധനം അവസാനിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. 0.333 എക്സെട്രയെ നമുക്ക് 3/9 എന്ന് എഴുതാം. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, പോയിന്റ് കഴിഞ്ഞ് ഒരു സംഖ്യയാണ് ആവർത്തിക്കുന്നതെങ്കിൽ നമുക്കവരെ ആ സംഖ്യ എഴുതി അടിയിൽ 9 എന്ന് കൊടുക്കാം. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ തോന്നും 2 സംഖ്യയാണ് അടിയിൽ 99, 3 സംഖ്യയാണ് അടിയിൽ 999. പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോണം. ഞാൻ അതിലേക്ക് വരാം. ഒന്നുകൂടെ പറയുന്നു. പോയിന്റ് കഴിഞ്ഞ് 0.333 എക്സെട്ര ഒരു സംഖ്യ ആവർത്തിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ആവർത്തിക്കുന്ന സംഖ്യയായ 3 എഴുതി. ഒരു സംഖ്യ ആവർത്തിക്കുന്നത് കൊണ്ട് അടിയിൽ 9 എന്ന് എഴുതി. 3/9 ഇതിന്റെ ഫ്രാക്ഷണൽ ഫോം, ഭിന്നക രൂപം. 3/9 ഓപ്ഷൻ ഡാത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ടിക്ക് ചെയ്യാം. ഇല്ല. അപ്പൊ നമ്മൾ ഉറപ്പിച്ചോ, ഈ 3/9 അവര് ചെറുതാക്കിയതാ. 3 9 3 വെച്ച് ചെറുതാക്കി. നമുക്ക് പറയാം 1/3 ആണ് ഉത്തരം. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. പക്ക. 3 9 3 വെച്ച്. അപ്പോഴേ ഞാനൊരു 2-3 ചോദ്യങ്ങൾ എഴുതാൻ പോവാ. നിങ്ങൾ ചുമ്മാ എഴുതി നോക്കാം കേട്ടോ. 6 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ കാണാം. ഒന്നാമത്തെ ചോദ്യം, 0.888 എക്സെട്ര ഒരു സംഖ്യ ആവർത്തിക്കുന്നുണ്ട് 8 പോയിന്റിന് ശേഷം. അനന്തമായി തീരാതെ ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അവരെ 8/9 എന്ന് കൊടുക്കാം. 8 എഴുതി. ഒരു സംഖ്യ ആവർത്തിക്കുന്നുണ്ട് 9. 0.252525 എക്സെട്ര പോയിന്റിന് ശേഷം 25 എന്ന് പറയുന്ന സംഖ്യ അനന്തമായി ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ 25 എഴുതി. 2 സംഖ്യ ആവർത്തിക്കുന്നതുകൊണ്ട് നമ്മൾ 99 എന്ന് കൊടുത്തു. 0.614 അനന്തമായി ആവർത്തിക്കുകയാണ്. അപ്പൊ ഞാൻ 614 എഴുതി. 3 സംഖ്യ ആവർത്തിക്കുന്നത് കൊണ്ട് നമ്മൾ 999 എന്ന് അടിയിൽ കൊടുത്തു. പോയിന്റിന് ശേഷം ഒരു സംഖ്യയാണ് ആവർത്തിക്കുന്നതെങ്കിൽ 9 അടിയിൽ കൊടുക്കും. 2 സംഖ്യയാണ് ആവർത്തിക്കുന്നതെങ്കിൽ 99 അടിയിൽ കൊടുക്കും. 3 സംഖ്യയാണ് ആവർത്തിക്കുന്നതെങ്കിൽ മക്കളെ 999 എന്ന അടിയിൽ കൊടുക്കും. സിമ്പിൾ അല്ലേ? അടുത്ത് വ്യത്യസ്തമായ 3 ചോദ്യം. 0.7 ബാർ. ഇത് കാണുമ്പോൾ ഒരു ഡൗട്ട് തോന്നും. ഒന്നുമില്ല, ഈ ബാറിന് താഴെയുള്ള സാധനം ആവർത്തിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതായത് പോയിന്റ് കഴിഞ്ഞ് ബാർ ആർക്കാ താഴെയുള്ളത്? ബാറിന് താഴെ ആരാ? 7. ഈ 7 എന്ന് പറയുന്ന സംഖ്യ അനന്തമായി ആവർത്തിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ 0.23 ബാറിന്റെ അർത്ഥം എന്തുവാ? ബാറിന് താഴെയുള്ള 23 പോയിന്റ് കഴിഞ്ഞ് 232323 ആവർത്തിക്കുന്നു. അതായത് ബാറിന് താഴെ ആരാണോ അയാൾ ആവർത്തിക്കുന്നു. അടുത്ത 0.218 പോയിന്റിന് താഴെ 218 ഉണ്ട്, അത് ആവർത്തിക്കുന്നു. അപ്പൊ 0.218 ഇനി ഇത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ലല്ലോ. 0.777 എക്സെട്ര നമ്മൾ എഴുതും 7/9. 0.232323 എക്സെട്ര നമ്മൾ എഴുതും 23/99. 0.218 എക്സെട്ര നമ്മൾ എഴുതും 218/999. മക്കളെ, ഇങ്ങനെ ചോദ്യം വന്നു, ബാറിന് താഴെ ആരാണോ അയാൾ അനന്തമായി ആവർത്തിച്ചു പോകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ ആണോ? ഇനി വെട്ടിച്ചെറുതാക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ വെട്ടിച്ചെറുതാക്കണം. ഈ ചോദ്യങ്ങളൊന്നും ചെറുതാക്കാനില്ല, അതുകൊണ്ടാണ് ഞാൻ ചെറുതാക്കാൻ. അടുത്ത ചോദ്യം 10th മെയിൻസിന് 2021 വന്ന ഒരു ചോദ്യമാണ്. LD മെയിൻസ്. 1/9 വില 0.111 ആണ് എങ്കിൽ റൂട്ട് ഓഫ് 0.444 എക്സെട്രാന്റെ ഭിന്നസംഖ്യാരൂപം എന്ത് എന്നാണ് ചോദ്യം. അപ്പൊ നമ്മളോട് പറയുന്നു 1/9 എന്ന് പറഞ്ഞാൽ 0.111 എക്സെട്ര എന്നാണ്. അതെന്തേലും ആയിക്കോട്ടെ, വാട്ടവർ.
നമുക്ക് വേണ്ട 0.444 എക്സെട്രാന്റെ ഇതാണ് ഭിന്നസംഖ്യാരൂപമാണ് കാണേണ്ടത്. അപ്പൊ ഇതുവരെ ഉള്ളതിനേക്കാൾ ഒരു റൂട്ടും കൂടെ എക്സ്ട്രാ അടിയിൽ കയറി വന്നിട്ടുണ്ട് അല്ലേ? സാരമില്ല, നമ്മൾ ആ റൂട്ട് ഇട്ടു. 444 എക്സെട്രായെ നമുക്ക് 4/9 എന്നെഴുതാം. 444 എക്സെട്രായെ നമുക്ക് 4/9 എന്ന് എഴുതാം. ബുദ്ധിമുട്ടുണ്ടോ? ഒരു സംഖ്യ ഇൻഫിനിറ്റ് ആയിട്ട് ആവർത്തിക്കുന്നു, അതുകൊണ്ട് നമ്മൾ 4/9 എന്ന് എഴുതി. ഇനി റൂട്ട് ഉണ്ടായത് കൊണ്ട് 4ന്റെ റൂട്ട് 2, 9ന്റെ റൂട്ട് 3, നമുക്ക് പറയാം 2/3 എന്നാണ് ഉത്തരം കിട്ടുക. 2/3 ഓപ്ഷനിലുണ്ട്, ഓപ്ഷൻ എ. ഈ ആദ്യത്തെ സെന്റൻസ് എന്തിനാടാ വെറുതെ തന്നേന്നൊരു ഡൗട്ടൊക്കെ തോന്നും. തന്നാലും ഒന്നുമില്ല, തന്നില്ലേലും ഒന്നുമില്ല. നമ്മളിപ്പോ നല്ല വൃത്തിയായിട്ട് പഠിച്ചത് കൊണ്ട് ഇതിന്റെ ഉത്തരം 0.9 1/9 1.11 എക്സെട്ര എന്ന് പറഞ്ഞില്ലേ പോലും നമുക്ക് കണ്ടുപിടിക്കാം. ഒന്നുകൂടെ 0.444 എക്സെട്രയുടെ റൂട്ട്, 0.444 എക്സെട്രയുടെ റൂട്ട്. അപ്പൊ നമ്മൾ എഴുതുന്ന റൂട്ട് ഓഫ് 0.444 എക്സെട്രയെ നമുക്ക് 4/9 എന്ന് എഴുതാം. മക്കളെ 4/9ന്റെ റൂട്ട് 4ന്റെ, അപ്പൊ 4/9ന്റെ റൂട്ട്. ഇനി അകത്ത് കിടക്കുന്ന എല്ലാവർക്കും റൂട്ട് എടുക്കുക. 4ന്റെ റൂട്ട് നമുക്കറിയാം 2, 9ന്റെ റൂട്ട് നമുക്കറിയാം 3. നമുക്ക് മനസ്സിലായി നമ്മുടെ ഉത്തരം 2/3 ആണ്. 2/3 ഓപ്ഷനിലുണ്ട്, ഓപ്ഷൻ എ. അടുത്ത ചോദ്യം 300 മൈനസ് 50 മൈനസ് 0.2 ഡിവിഷൻ 0.16 എത്ര എന്നതാണ് ചോദ്യം. 2023 ഖാദി ബോർഡിന്റെ ചോദ്യം. ഇത് ഒരു നടക്ക് പോവാത്ത ചോദ്യം. എന്തുകൊണ്ടാ? ഒരു ബ്രാക്കറ്റ് വന്നു, ബ്രാക്കറ്റിന് വെളിയിൽ ഒരു മൈനസ് ഉണ്ട്, എന്നിട്ട് ദണ്ട് ഈ സാധനം ബ്രാക്കറ്റിനകത്തൊരു സാധനമുണ്ട്. അപ്പോൾ ഒരു നടക്ക് പോവാത്തതുകൊണ്ട് നമുക്ക് ആദ്യം ഈ ബ്രാക്കറ്റിന്റെ അകത്തുള്ള ആളുകളെ ആദ്യം അങ്ങ് ചെയ്യാം. ബ്രാക്കറ്റിന്റെ അകത്ത് ആരാ? 5 മൈനസ് 0.2 ഡിവൈഡഡ് ബൈ 0.16 ആണ് ബ്രാക്കറ്റിന്റെ അകത്ത്. അതാദ്യം അങ്ങ് ചെയ്യാം, അല്ലാതെ ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ലേ തന്നെ നമുക്കറിയാം ബോർഡ് മാസ് റൂൾ പ്രകാരം ബ്രാക്കറ്റിനുള്ളിലുള്ളതാണ് ആദ്യം ചെയ്യുക. ബ്രാക്കറ്റ് ആദ്യം ചെയ്യണം, ബ്രാക്കറ്റ് ആദ്യം ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം ഈ ന്യൂമറേറ്റർ പാർട്ടിന്റെ അതിൽ ഇൻഡുവും ഡിവിഷനും ഒക്കെ ആയിരുന്നു, എളുപ്പമായിരുന്നു. ഒരു മൈനസ് ഉണ്ടായതുകൊണ്ട് ഞാൻ ആദ്യം മൈനസ് ചെയ്തു. 5ൽ നിന്ന് 0.2 കുറയ്ക്കണം. 5ൽ നിന്ന് 0.2 കുറച്ചാൽ 4.8 എന്ന് കിട്ടും. 4.8 ബൈ 0.16. കുറച്ച് പേര് ആലോചിക്കാതെ എങ്ങനെ? ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് കുറച്ചു. 5 0.2 കുറയ്ക്കണം. അപ്പൊ ഇവിടെ പോയിന്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു പോയിന്റ് ഇട്ട് മേളിൽ ഒരു 0 അഡ്ജസ്റ്റ് ചെയ്തു. കാര്യം ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് 0 ഇട്ടു. ഇവിടെ 0ൽ നിന്ന് 2 കുറയ്ക്കാൻ പറ്റില്ല. ഇവിടെ നിന്ന് കൊടുത്തപ്പോൾ ഇവ 4 ഇത് 10. 10ൽ നിന്ന് 2 പോയാൽ 8, 4ൽ നിന്ന് 0 പോയാൽ 4, അപ്പൊ 4.8 എന്ന് കിട്ടും. അതായത് 5ൽ നിന്ന് 0.2 കുറച്ചു, അപ്പൊ നമുക്ക് 4.8 ഡിവൈഡഡ് ബൈ 0.16 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ഇതെങ്ങനെയാ ചെയ്യുന്നത്? നമുക്കറിയാം, നമ്മളിപ്പോ ഡിവിഷൻ പഠിച്ചതേ ഉള്ളൂ. പോയിന്റ് ഇല്ലാതെ ഇവരെ എഴുതുക. പോയിന്റ് ഇല്ലാതെ എഴുതുമ്പോൾ ഇത് 48 ആണ്, ഇത് പോയിന്റ് ഇല്ലാതെ എഴുതുമ്പോൾ ഇത് 16 ആണ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മുകളിൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം, താഴെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം, മുകളിൽ 1 സ്ഥാനം, താഴെ 2 സ്ഥാനം. മുകളത്തുകാർക്ക് 1 സ്ഥാനത്തിന്റെ കുറവുണ്ട്, 1 ഉള്ളൂ, മറ്റവർക്ക് 2 ഉണ്ട്. കുറവ് എവിടാ? മുകളത്തുകാർക്ക്. കുറവുള്ളവന് കൊടുക്കണം. മുകളത്തുകാർക്ക് 1 സ്ഥാനത്തിന്റെ കുറവുണ്ട്, അതുകൊണ്ട് അവിടെ ഒരു 10 എന്ന് കൊടുക്കുക. ഇനി ചെയ്താൽ മതി. 16 48 കൂടെ നമുക്ക് 8 കൊണ്ട് ഹരിക്കാം, 4 കൊണ്ട് ഹരിക്കാം. മക്കളെ 16 കൊണ്ട് 16നെ 48നെ ഹരിച്ചാൽ 16 3 48, 16 32 48. 16നെ 16 കൊണ്ട് ഹരിച്ച് 1 വരും. അപ്പൊ ഈ സാധനം നമുക്ക് 30 എന്ന് കിട്ടും. അപ്പൊ ഈ ബ്രാക്കറ്റ് ഫുള്ള് നമുക്കിപ്പം 30 എന്ന് കിട്ടി. 300 മൈനസ് 30. ഇവിടെ 300ൽ നിന്ന് 30 പോയാ നമ്മുടെ ഉത്തരം 270 ആണ്. ഓപ്ഷൻ ബി ആണ്, സെറ്റാണ്. മുമ്പോട്ട് പോകാം. ഒന്നും കൂടെ
നമ്മൾ ഈ ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യും. 5 മൈനസ് 0.2 എന്ന് പറയുന്നത് കുറച്ചു നോക്ക് 4.8 ആണ്. അപ്പൊ 5 മൈനസ് 0.2വിനെ ഞാൻ 4.8 എന്ന് എഴുതി, ഡിവൈഡഡ് ബൈ 0.16. ഇത് ചെയ്യാൻ ഇവരെ പോയിന്റ് ഇല്ലാതെ എഴുതി 48/16. പോയിന്റ് കഴിഞ്ഞ് ഇവിടെ ഒരു സ്ഥാനം, ഇവിടെ 2 സ്ഥാനം. മേളത്തുകാർക്ക് പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനത്തിന്റെ കുറവുണ്ട്. ഒരു സ്ഥാനത്തിന്റെ കുറവുണ്ടായതുകൊണ്ട് അവിടെ 10 എന്ന് കൊടുത്തു. 16, 16, 16, 3, 48. അപ്പൊ ഈ സാധനം 30 എന്ന് കിട്ടി. 300-ൽ നിന്ന് 30 കുറയ്ക്കണം. ബ്രാക്കറ്റ് മൊത്തം 30. 300-ൽ നിന്ന് 30 പോയിട്ട് നമ്മുടെ ഉത്തരം 270 ആണ്. അടുത്ത ചോദ്യം ഇതാ. 2021 10th മെയിൻസ് ആണ്. 0.01, 0.010, 0.0101, 1/100 എന്നിവയിൽ വ്യത്യസ്തമായ സംഖ്യ ഏതാണ് എന്നതാണ് ചോദ്യം. അത്യാവശ്യം അറിയാവുന്ന കുഞ്ഞുങ്ങൾ ഈ 4 എണ്ണം ഒരുമിച്ച് വായിച്ചപ്പോഴേ ഇതിന്റെ ഉത്തരം കിട്ടുകയാണ്. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ആദ്യത്തെ സംഖ്യ 0.01. അതിനി മാറ്റാനായിട്ടൊന്നുമില്ലല്ലോ. അടുത്ത സംഖ്യ 0.010. ഞാൻ ഈ ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞു, സംഖ്യ കഴിഞ്ഞ് ഇനി അങ്ങോട്ട് എത്ര 0 ഉണ്ടായാലും ഇവിടെ വരെയുള്ള വില എടുക്കും. അപ്പൊ 0.01 എന്ന് തന്നെയാണ് ഇതിന്റെ വില. അതായത് ഇപ്പോ 0.01000000 പോയിന്റ് കഴിഞ്ഞ് ഒരു സംഖ്യയും കഴിഞ്ഞ് അങ്ങോട്ട് എത്ര 0, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ 0 കൊടുക്കുന്നതിന്റെ കാര്യം അത് തന്നെ, വിലയിൽ മാറ്റമില്ല. അങ്ങോട്ട് എത്ര 0 കൊടുത്താലും ആ പോയിന്റിൽ ആ സംഖ്യയിൽ വരെ നമ്മൾ നോക്കൂ. അപ്പൊ ഇത് 0.01. ഇപ്പൊ 0.05000 എന്ന് പറഞ്ഞാലും നമുക്ക് ഇവിടെ വരെ മതി, അങ്ങോട്ടുള്ള എല്ലാം 0. 0.03000 എന്ന് പറഞ്ഞാലും നമുക്ക് ഇവിടെ വരെ മതി. 0.3580 എന്ന് പറഞ്ഞാലും നമുക്ക് ഇവിടെ വരെ മതി. കാര്യം സംഖ്യ അവസാനിച്ചു ഇവിടെ, ഇനി അങ്ങോട്ട് എത്ര 0 വന്നാലും ഇല്ല. അപ്പൊ അതേപോലെ 0.010 എന്ന് പറഞ്ഞാലും അങ്ങോട്ട് പോയിന്റ് കഴിഞ്ഞ് സംഖ്യ കഴിഞ്ഞ് എത്ര 0 ഉണ്ടായാലും നമ്മൾ എടുക്കത്തില്ല. അപ്പൊ ഇതിന്റെ ഉത്തരവും 0.01. അടുത്ത മൂന്നാമത്തെ എന്തുവാ? 0.0101. മാറ്റാനായിട്ടൊന്നുമില്ല. അപ്പൊ മൂന്നാമത്തേത് 0.0101 മൂന്നാമത്തെ. ഇനി നാലാമത്തേത് 1/100. 1/100. ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞു, അടിയിൽ ബൈ 10 ആണെങ്കിൽ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. ബൈ 100 ആണെങ്കിൽ 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. ബൈ 1000 ആണെങ്കിൽ 3 സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. ഇവിടെ അടിയിൽ 100 ആയതുകൊണ്ട് 2 സ്ഥാനം, ഒന്നിന് 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. 2 സ്ഥാനം മാറ്റി ഇവിടെ ഒന്നേ ഉള്ളൂ. ഇപ്പൊ 2 സ്ഥാനം ആക്കാൻ പോയിന്റ് ഇട്ടു. 0.01 എന്ന് വന്നു. ഒന്നുകൂടെ 1/100 എന്ന് പറഞ്ഞാൽ ഒന്നിനെ 100 കൊണ്ട് ഹരിക്കുക. ഏതെങ്കിലും ഒരു സംഖ്യയെ 100 കൊണ്ട് ഹരിക്കാൻ 2 സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇടണം. ഇവിടെ ഒന്നേ ഉള്ളൂ. 2 സ്ഥാനമാക്കാൻ ഒരു 0 കൂടെ കൊടുത്തു. അപ്പൊ നമുക്ക് പറയാം 0.01. അപ്പൊ ആദ്യത്തെ വാല്യൂ 0.01, രണ്ടാമത്തെ വാല്യൂ 0.01, മൂന്നാമത്തെ വാല്യൂ പിന്നെയും ഉണ്ട് 0.0101, നാലാമത്തെ വാല്യൂ 0.01. അപ്പൊ ഇതും 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 തുല്യമാണ്. പക്ഷെ ഇത് കുറച്ചും കൂടെ ഉണ്ട്, 0.01 ഒന്നുകൂടായി. അപ്പൊ ഇതാണ് കൂട്ടത്തിൽ വ്യത്യസ്തമായത്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി. ഒന്നുകൂടെ 0.01. ഓക്കെ, 0.010 അങ്ങോട്ടുള്ള 0 നമ്മൾ നോക്കണ്ടല്ല, അതും 0.01 തന്നെ. 0.0101. ഇനി 1/100 ഏതെങ്കിലും ഒരു സംഖ്യയെ 100 കൊണ്ട് 2 സ്ഥാനം മാറ്റിപ്പോയി, ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് ഒരു 0 ഇട്ടു. 0.01. ഇതെല്ലാം 0.01. ഇത് മാത്രം 0.01. അപ്പൊ ഈ കൂട്ടത്തിൽ വ്യത്യസ്തൻ ഇവനാണ്, സി ആണ്. 0.5ന് തുല്യമല്ലാത്തത് ഏത് എന്നതാണ് ചോദ്യം. 10th മെയിൻസ് 2021. അപ്പൊ ഓരോന്നും നോക്കണം.
അതായത് 0.5 തുല്യമല്ലാത്തത്, അതായത് 0.5 കിട്ടാത്തത് ഏതൊക്കെയാണ് എന്നതാണ് ചോദ്യം. ആദ്യത്തേത് 5/10. നമ്മൾ പഠിച്ചു ഏതെങ്കിലും ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കാൻ ഒരു സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇടണം. 0.5 തുല്യമാ. അടുത്തത് 5/100. ഇവിടുന്ന് തന്നെ കിട്ടും. നമ്മൾ പഠിച്ചു ഏതെങ്കിലും ഒരു സംഖ്യയെ 100 കൊണ്ട് ഹരിക്കാൻ 2 സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇടണം. 2 സ്ഥാനം ഇല്ലാത്തതുകൊണ്ട് 1 0 കൊടുത്ത് 0.05. അപ്പോഴേ നമുക്ക് മനസ്സിലായി 0.5 തുല്യമല്ല ഇവൻ. അപ്പൊ ഇവനാണ് എന്ന് മനസ്സിലാവും. അടുത്തും കൂടെ നോക്കാം. 50/100. ഈ 0 ഇവിടെ പോയി. 5/10 എന്ന് വന്നു. ഏതെങ്കിലും ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കാൻ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടു. 0.5 തുല്യമാണ്. അടുത്തത് 500/1000. ഈ മേളത്തെ 2 0 പോയി. ബാക്കി 5/10. ഏതെങ്കിലും ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കാൻ 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടു. ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടു. 0.5. ഇതും 0.5. ഇതും 0.5. ഇതും 0.5. പക്ഷെ ഇത് മാത്രം 0.05. അപ്പൊ തുല്യമല്ലാത്തത് ബി ആണ്. ഒന്നുകൂടെ. ആദ്യത്തേത് 5/10. ഏതെങ്കിലും ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കാൻ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടു. 0.5. 5/100. പൂജ്യങ്ങളൊന്നും വെട്ടാനില്ല. ഏതെങ്കിലും ഒരു സംഖ്യയെ 100 കൊണ്ട് ഹരിക്കാൻ 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. ഒന്നേ ഉള്ളൂ, ഒരെണ്ണം അഡ്ജസ്റ്റ് ചെയ്തു. 0.05. 50/100. മേളിൽ നിന്നും താഴെ നിന്നും ഒരു 0 പോയി. 5/10. ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടു. 0.5. മേളിൽ നിന്നും താഴെ നിന്ന് 2 0 പോയി. 5/10. 10 കൊണ്ട് ഹരിക്കാൻ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടു. 0.5. അപ്പൊ വ്യത്യസ്തമല്ലാത്ത 0.5 തുല്യമല്ലാത്തത് ബി ആണ് ഉത്തരം. സെറ്റാണ്. അടുത്ത ചോദ്യം. 2022 ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് UPക്ക് നടന്ന പരീക്ഷയുടെ ചോദ്യമാണിത്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏറ്റവും ചെറുതേത് എന്നതാണ് ചോദ്യം. നല്ല രസമുണ്ട്. അപ്പൊ നമ്മൾ ഈ 4ന്റെ വില കണ്ടുപിടിച്ച് ചെറിയ ആളെ നമ്മൾ കണ്ടുപിടിക്കണം. ഏറ്റവും ചെറുതേത് എന്നതാണ് ചോദ്യം. ചെറിയ ആളെ നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ ആദ്യത്തവനെ കണ്ടുപിടിക്കാൻ പോവാ. അപ്പൊ ദശാംശ സംഖ്യകളെല്ലാം നമുക്ക് അറിയണം. ആദ്യത്തവനെ 0.5 × 0.05. അപ്പൊ നമ്മൾ ഇത് ഗുണിക്കാൻ പോവാ. പോയിന്റ് വരുന്ന സംഖ്യകൾ ഗുണിക്കാനായിട്ട് എന്തുവാ ചെയ്യുന്നേ? 5 × 5 എന്ന് എഴുതുക, പോയിന്റ് ഇല്ലാതെ. അപ്പൊ 25 എന്ന് വന്നു. ഇനി ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം, ഇവിടെ 2 സ്ഥാനം. നമ്മുടെ ഉത്തരത്തിൽ പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം വേണം. കാര്യം ഗുണിക്കുമ്പോൾ എത്ര സ്ഥാനങ്ങൾ കൊണ്ടോ അത്രയും വേണം. ഇവിടെ 1, ഇവിടെ 2. അപ്പൊ 3 സ്ഥാനമാക്കാൻ ഒരു 0 കൊടുത്തു. 0.025 എന്ന് ആദ്യത്തേത് വന്നു. അടുത്തത് 25/100. ഏതെങ്കിലും ഒരു സംഖ്യയെ 100 കൊണ്ട് ഹരിക്കാൻ 2 സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇട്ടു. 2 സ്ഥാനം ഉണ്ട് ഇവിടെ. 0.25. അടുത്തത് 5/100 ഡിവിഷൻ 10/5. നമ്മൾ ഭിന്നസംഖ്യയിൽ പഠിച്ചിട്ടുണ്ട്. 2 ഭിന്നസംഖ്യകൾ തമ്മിൽ ഹരിക്കാൻ രണ്ടാമത്തെ ഭിന്നസംഖ്യ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി എന്ന്. അതായത് 5/100 ഡിവിഷൻ 5 10/5 ചെയ്യാൻ 5/100 × 5/10 എന്ന് ചെയ്താൽ മതി. എന്തുകൊണ്ടാ? കാര്യം ഭിന്നസംഖ്യകൾ തമ്മിൽ ഹരിക്കാൻ രണ്ടാമത് വരുന്ന ഭിന്നസംഖ്യയെ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. അതായത് റെസിപ്രോക്കൽ കൊണ്ട് ഗുണിച്ചാൽ മതി. 5/100 അതുപോലെ എഴുതി, ഹരിക്കാനായതുകൊണ്ട് ഇവിടെ ഒരു ഇൻറ്റു കൊടുത്ത് തിരിച്ചിട്ട് ഗുണിച്ചു. 10/5 തിരിച്ചിട്ടപ്പോൾ 5/10. ഇനി ഇത് 5ഉം 5ഉം 25 വെട്ടാം. ഞാൻ പിന്നെ മുമ്പേ പറഞ്ഞ പോലെ പൊന്മുട്ട ഇടുന്ന താറാവ് അടിയിൽ 100ഉം 10ഉം ഒക്കെ വന്ന അതുകൊണ്ട് ഒന്നും ചെയ്തില്ല. 5ഉം 5ഉം 25, 100ഉം 10ഉം കൂടെ ഗുണിച്ചു കഴിഞ്ഞാൽ 1000. ഏതെങ്കിലും ഒരു സംഖ്യയെ 1000 കൊണ്ട് ഹരിക്കാൻ 3 സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടു. 3 സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇടാൻ ഇല്ലാത്തതുകൊണ്ട് ഒരു 0 അഡ്ജസ്റ്റ് ചെയ്തു. 0.025.
ഇനി അടുത്തവൻ 5/1000 ഇൻറ്റു 5/10 ഹരിക്കാനൊന്നുമല്ല. അതുകൊണ്ട് 5ഉം 5ഉം കൂടെ നോർമലായി അംശങ്ങളും ഛേദങ്ങളും 5ഉം 5ഉം കൂടെ ഗുണിച്ചു 25. 1000ഉം 10 കൂടെ ഗുണിച്ചു 10000. 25/10000. ഏതെങ്കിലും ഒരു സംഖ്യയെ 10000 കൊണ്ട് ഹരിക്കാൻ 4 സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇടുക. ഇവിടെ 2 ഉള്ളൂ, ബാക്കി 2 എണ്ണം കയ്യിൽ നിന്ന് കൊടുത്തു 0. 0.02025. അപ്പൊ ആദ്യത്തവന്റെ വില ദണ്ഡിത, രണ്ടാമത്തവന്റെ വില ഇതാ, മൂന്നാമത്തവന്റെ വില ഇതാ, നാലാമത്തവന്റെ വില ഇതാ. നമുക്ക് ഇക്കൂട്ടത്തിൽ ചെറിയ ആൾ ഏതാണ് എന്നാണ് കാണേണ്ടി. നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ ദശാംശ സംഖ്യകളുടെ ചെറുതും വലുതും എടുക്കാൻ പഠിച്ചതാണ്. പോയിന്റിന് മുമ്പ് എല്ലായിടത്തും 0. അപ്പൊ പോയിന്റ് കഴിഞ്ഞ് ഇവിടെ 0, ഇവിടെ 2, ഇവിടെ 0, ഇവിടെ 0. അപ്പൊ ഇവനാണ് ഏറ്റവും വലുതെന്ന് മനസ്സിലാവും. കാര്യം 2 വന്നു. ബാക്കി എല്ലായിടത്തും പോയിന്റ് കഴിഞ്ഞ് ആദ്യത്തെ ആള് 0ആണ്, ഇവൻ മാത്രം 2. ഇവനാ ഈ കൂട്ടത്തിൽ ഏറ്റവും വലുതെന്ന് മനസ്സിലാവും. നമുക്ക് വലുതല്ല വേണ്ടിയത്, സോ ഇവനെ നമുക്ക് ഒഴിവാക്കാം. ഇനി അടുത്ത 3 പേര്. രണ്ടാമത്തെ അക്ക ഇവിടെ 2, ഇവിടെയും 2. കാര്യം ഇത് 2 സെയിം ആയിട്ട് വന്നു അല്ലേ. രണ്ടാമത്തെ അക്ക ഇവിടെയും 2, ഇവിടെയും 2, ഇവിടെ മാത്രം 0. ഇവര് രണ്ടുപേരും സെയിമാ. അപ്പൊ രണ്ടാമത്തെ അക്കം ഇവിടെ 2, ഇവിടെ 2, ഇവിടെ മാത്രം 0. അപ്പോ ഇവിടെയും 2, ഇവിടെയും 2, ഇവർ രണ്ടുപേരും സെയിമാ, ഇവര് വലുതുവാ. അപ്പൊ ഈ കൂട്ടത്തിൽ ചെറുത് 0 വന്ന ആളായ 0.0025 എന്ന് നിസ്സംശയം പറയാം. ഞാൻ ഇത് ഒരു വട്ടം കൂടെ പെട്ടെന്ന് പിടിക്കും, നിങ്ങൾ എല്ലാവരും എൻ്റെ ഒപ്പം പിടിക്കണം. ഓക്കെ, ഒന്നുകൂടെ. പോയിന്റ് ഇത് 2 കൂടെ ഗുണിക്കുമ്പോ എന്ത് കിട്ടും? 5 5 കൂടെ ഗുണിച്ചാൽ 25, പോയിന്റ് ഇല്ലാതെ. ഇവിടെ 1 സ്ഥാനം, ഇവിടെ 2 സ്ഥാനം. സോ നമ്മുടെ ഉത്തരത്തിൽ 3 സ്ഥാനം, 0.025. ഇനി അടുത്ത 25/100. ഏതെങ്കിലും ഒരു സംഖ്യയെ 100 കൊണ്ട് ഹരിക്കാൻ 2 സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇട്ടു, 0.25. ഇനി 5/100 ഡിവിഷൻ 10/5. അപ്പൊ ഡിവിഷന് പകരം രണ്ടാമത്തെ സംഖ്യ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. 5/100 അതുപോലെ എഴുതി, ഇൻറ്റു രണ്ടാമത്തെ സംഖ്യ തിരിച്ചിടുക 5/10. 5ഉം 5 കൂടെ ഗുണിക്കുമ്പോൾ 25, 100ഉം 10 കൂടെ ഗുണിക്കുമ്പോൾ 1000. ഏതെങ്കിലും ഒരു സംഖ്യയെ 1000 കൊണ്ട് ഹരിക്കാൻ 3 സ്ഥാനം മാറ്റി പോയിന്റ് ഇടുക, 0.025. 2 ഉള്ളൂ, 1 സ്ഥാനം കയ്യിൽ നിന്ന് കൊടുത്തു. ഇത് ഹരിക്കാനായിട്ടൊന്നുമില്ല. അതുകൊണ്ട് 5ഉം 5 കൂടെ ഗുണിക്കുക 25, 100ഉം 1000ഉം 10 കൂടെ ഗുണിക്കുക 1000. 1000ഉം 10 കൂടെ ഗുണിക്കുക 10000. ഏതെങ്കിലും ഒരു സംഖ്യയെ 10000 കൊണ്ട് ഹരിക്കാൻ 4 സ്ഥാനം മാറ്റി പോയിന്റ് ഇടുക, 0.0025. 4 സ്ഥാനം. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയത് ഒരെണ്ണം 0.025, ഒരെണ്ണം 2.5, ഒരെണ്ണം 0.25. ഇത് രണ്ടും സെയിം ആണ്. ഇത് അപ്പൊ നമുക്ക് ഇവിടത്തെ സംഖ്യകൾ ഏതൊക്കെയാണ്? 0.025 ഒരെണ്ണം 0.25. ഇതും സെയിം. അതുകൊണ്ട് ഇനി രണ്ടാമത് എഴുതേണ്ട കാര്യമില്ല. ഇതും എയും സിയും സെയിമാ. ഇനി അടുത്തത് 0.0025. നമുക്ക് ഇവരിൽ വലിയതാണോ ചെറുതാണോ കാണണ്ടേ? ചെറുത്. അപ്പൊ നമ്മുടെ മനസ്സിൽ ത്രൂ ഔട്ട് വേണം നമുക്ക് ചെറുതാ വേണ്ടിയത്. അപ്പൊ നമ്മൾ പോയിന്റിന് മുമ്പുള്ള സംഖ്യകൾ നോക്കി, പൂർണ്ണസംഖ്യകളെല്ലാം 0. അപ്പൊ അവിടെ നിന്ന് വലുതോ ചെറുതോ എടുക്കാൻ പറ്റത്തില്ല. പോയിന്റ് കഴിഞ്ഞ് ആദ്യത്തെ സംഖ്യ നോക്കി, ഇവിടെ ആദ്യത്തെ സംഖ്യ 0, ഇവിടെ 2, ഇവിടെ 0. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ചെറുതെടുക്കാൻ പറ്റിയില്ല. ഇവിടെ ആദ്യം 2 വന്നതുകൊണ്ട് ഈ കൂട്ടത്തിൽ വലുതെന്തായാലും ഇവനാണ് എന്ന് മനസ്സിലായി. എന്തുകൊണ്ടാ? കാര്യം പോയിന്റ് കഴിഞ്ഞ് ആദ്യത്തെ അക്കം ഇവിടെ 0, ഇവിടെ 2, ഇവിടെ 0. അപ്പൊ എന്തായാലും 0 0 2 വലിയത്. അപ്പൊ വലിയത് എന്തായാലും 2. നമുക്ക് ചെറുതാ വേണ്ടി. അപ്പൊ ഈ 2 അവന്മാര് ചെറുതെടുക്കണം. അപ്പൊ ആദ്യത്തെ അക്കം വരെ 2 അവന്മാര് സെയിമാ. രണ്ടാമത്തെ അക്കം നോക്കി, ഇവിടെ 2, ഇവിടെ 0.
അപ്പൊ 2 0 ചെറുത് എന്തായാലും 0. ഇവനാണ് കൂട്ടത്തിൽ ചെറുത്. 0.0025. ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. നല്ലൊരു ചോദ്യമാണ്, ചെയ്തൊന്നുകൂടെ പഠിക്കണം. അടുത്ത ചോദ്യം 19/125 ദശാംശ രൂപം കാണുക എന്നതാണ് ചോദ്യം. മക്കളെ, ഇത് SCERT ടെക്സ്റ്റിലുള്ള ചോദ്യമാണ്, പ്രത്യേകം നോട്ട് ചെയ്തിട്ടോണം. 19/125 ദശാംശ രൂപം കാണുക. മക്കളെ, ഇത് ശരിക്കും ചെയ്യുന്ന രീതി 19/125 അർത്ഥം എന്തുവാ? A/B അർത്ഥം A B കൊണ്ട് ഹരിക്കുക. X/Y അർത്ഥം X-നെ Y കൊണ്ട് ഹരിക്കുക. അപ്പൊ 19/125 അർത്ഥം 19നെ 125 കൊണ്ട് ഹരിച്ച് പോയിന്റ് വരുന്ന സംഖ്യകൾ ഇങ്ങനെ പോയിന്റ് ഏതാണെന്ന് നോക്കി ഇത് ശരിക്കും ചെയ്യാന്നാണ് ഇതിന്റെ അർത്ഥം. ഇത് പരീക്ഷാ ഹാളിൽ ഇരുന്ന് നമുക്ക് ചെയ്ത് നോക്കാനായിട്ട് പറ്റത്തില്ല, നല്ല സമയം പോകും. അപ്പൊ അതുകൊണ്ട് പറയാണ്, ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ടെക്നിക്ക് അതിനകത്തിൽ ഉണ്ടാവും. ശ്രദ്ധിക്കുക, നിങ്ങൾ ഇത്തരം ചോദ്യം വരുമ്പോൾ ഈ ഛേദത്തെ എങ്ങനെയെങ്കിലും 10, 100, 1000 ഇതിലേതെങ്കിലും ആക്കി മാറ്റാനായിട്ട് പറ്റുമെന്ന് നോക്കുക. മിക്കവാറും ഛേദം 25ഉം 5ഉം ഒക്കെ ആയിരിക്കും, മിക്കവാറും, എല്ലായ്പ്പോഴും വരണമെന്നില്ല. ഈ ഛേദത്തെ എങ്ങനെയെങ്കിലും 10, 100, 1000, അതായത് താഴത്തെ ആളെ എങ്ങനെയെങ്കിലും 10, 100, 1000 ആക്കാൻ പറ്റുമെന്ന് നോക്കുക. ഓക്കെ ആണ്. ഇവിടെ 125 താഴെ, അവൻ എന്തായാലും 10 ആക്കില്ല, 100 ഇല്ല. കാര്യം ഇവരെ രണ്ടുപേരെക്കാളും വലുതാ, 1000 ആക്കാൻ പറ്റുമോ നോക്കുക. മക്കളെ, 125 × 8 1000. ഇത് മറന്നു പോകരുത്. ഞാൻ എങ്ങനെ പെട്ടെന്ന് എടുത്തതെന്ന് ചോദിച്ചാൽ 5ന്റെ ക്യൂബ് × 2ന്റെ ക്യൂബാണ് 8ന്റെ ക്യൂബ്, സോറി 10ന്റെ ക്യൂബ്. അതെങ്ങനെ? 125 5ന്റെ ക്യൂബാണ്. അപ്പോൾ 1000 എന്ന് പറഞ്ഞാൽ 10ന്റെ ക്യൂബാണ്. അപ്പൊ എന്തായാലും 5ന്റെ ക്യൂബിന്റെ കൂടെ 2ന്റെ ക്യൂബ് ഗുണിക്കുമ്പോഴാണ്. ആ ഒരു രീതി വെച്ചിട്ടാണ് ഞാൻ ഈ സാധനം എടുത്തത്. ഈ ഒരു സാധനം നിങ്ങൾ മറന്നു പോകരുത്. 125നെ 8 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 1000 കിട്ടുക. ഓക്കെ, ഇതെങ്ങനെ? 5ന്റെ ക്യൂബാ 125. 1000 എന്ന് പറഞ്ഞാൽ 10ന്റെ ക്യൂബാ. 5ന്റെ ക്യൂബേ ഗുണം 2ന്റെ ക്യൂബ്, ഈ 2 10 ഗുണിക്കുമ്പോഴാ 10ന്റെ ക്യൂബാവുന്നത്. അപ്പൊ 125 × 8 1000. അപ്പൊ ഛേദത്തെ എങ്ങനെങ്കിലും 1000 ആക്കാന്ന് നമ്മുടെ ലക്ഷ്യം. ഇവിടെ 8 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെയും എന്ത് ചെയ്തോണം? 8 കൊണ്ട് ഗുണിക്കണം. അതായത് ഒരു സംഖ്യയിൽ ഒരിടത്ത് മാത്രം ഒന്നും ചെയ്യാൻ പറ്റൂല. അതായത് ഇപ്പൊ ഒരു വീട്ടിൽ 2 പിള്ളേരുണ്ട്. ആ വീട്ടില് ഒരാൾക്ക് മാത്രമായിട്ട് നമുക്ക് പരിപ്പോടെ കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കൊടുക്കുവാണെങ്കിൽ 2 പിള്ളേർക്കും ഒരുപോലെ കൊടുക്കണം. ഇവിടെ നമ്മൾ 8 കൊണ്ട് ഗുണിച്ചു ഒരു സൗകര്യത്തിന്. അപ്പൊ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം? 8 കൊണ്ട് ഗുണിച്ചേ പറ്റൂ. 19 × 8 എന്ന് പറയുമ്പോൾ 152. 125 × 8 1000 ആണെന്ന് മനസ്സിലായി. ഏതെങ്കിലും ഒരു സംഖ്യയെ 1000 കൊണ്ട് ഹരിക്കാൻ 3 സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇട്ടാൽ മതി. 3 സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇട്ടു. നമ്മുടെ ഉത്തരം 0.152 ആണ്. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ഈ ഓപ്ഷനൊക്കെ പ്രത്യേകം നോക്കിയോ, ഇതൊക്കെ വളരെ തന്ത്രപരമായിട്ട് ഇട്ടാ. 154 ആണോ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ പലതവണ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ തോന്നും. 19/8 എന്നൊക്കെ പറയുന്ന സാധനം. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾ എല്ലാവരും എൻ്റെ ഒപ്പം പിടിക്കും. 19/125 പോയിന്റ് ആക്കി എഴുതണം. പ്രോപ്പറായ രീതി 19നെ സൈഡിൽ കൊണ്ടുപോയി 125 കൊണ്ട് ഹരിക്കണം. ഇനി ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ മിക്കവാറും കിട്ടുന്ന ഒരു എളുപ്പ വഴി, താഴത്തെ സംഖ്യ എങ്ങനെങ്കിലും 10, 100, 1000 ആക്കി മാറ്റാനായിട്ട് പറ്റുമോ നോക്കുക. കാര്യം 10 കൊണ്ട് ഹരിക്കാൻ എളുപ്പമാ, 1 സ്ഥാനം പുറകോട്ട് പോയിന്റ്. 100 കൊണ്ട് ഹരിക്കാൻ എളുപ്പമാ, 2 സ്ഥാനം പുറകോട്ട് പോയിന്റ്. 1000 കൊണ്ട് ഹരിക്കാൻ എളുപ്പമാ, 3 സ്ഥാനം പുറകോട്ട് പോയിന്റ്. അപ്പൊ ഇവിടെ 125. 125നെ 10 ഇല്ല, 100 ഇല്ല. കാര്യം അവരെക്കാളൊക്കെ വലുതാ 125. 1000 ആക്കാം. എങ്ങനെ ആക്കാം? 125 × 8 1000. മറക്കരുത്, ഇത് PSCക്ക് ഒത്തിരി ഇഷ്ടമാണ്. 125 × 8 1000 എന്നുള്ളത്. എങ്ങനെയാ എടുത്തതെന്ന് ചോദിച്ചാൽ 5ന്റെ ക്യൂബ് 10ന്റെ ക്യൂബ് ആക്കണം. 1000 എന്ന് പറഞ്ഞാൽ 5ന്റെ ക്യൂബിനെ 2ന്റെ ക്യൂബ് കൊണ്ട് ഗുണിക്കാൻ 10ന്റെ ക്യൂബ് കിട്ടും. ആ ഒരു രീതി. 125 × 8 1000. ഇവിടെ 8 കൊണ്ട് ഗുണിച്ചാൽ 2 പിള്ളേർക്കും 8 കൊടുക്കണം. താഴെ ഇവിടെ കൊടുക്കണം. നമ്മുടെ ഒരു സൗകര്യത്തിന് 8 കൊടുത്തു. അപ്പൊ നമ്മൾ അവിടെയും കൊടുക്കണം.
19 ഗുണം 8 152. ഇവിടെ ഇപ്പോൾ ഒരു 1000 വന്നു. ഏതെങ്കിലും ഒരു സംഖ്യയെ 1000 കൊണ്ട് ഹരിക്കാൻ 3 സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇട്ടു. 0.152. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ. അപ്പൊ മക്കളെ, മിക്കവാറും ഇത്തരം ചോദ്യങ്ങളിൽ അടിയിൽ 5 വരാറുണ്ട്. 5നെ 10 ആക്കാൻ 2 കൊണ്ട് ഗുണിക്കണം. മിക്കവാറും ഇത്തരം ചോദ്യങ്ങളിൽ അടിയിൽ 25 വരാറുണ്ട്. 25നെ 100 ആക്കാൻ 4 കൊണ്ട് ഗുണിക്കണം. മിക്കവാറും ഇത്തരം ചോദ്യങ്ങളിൽ 125 വരാറുണ്ട്. 125നെ 1000 ആക്കാൻ 8 കൊണ്ട് ഗുണിക്കണം. മറന്നു പോവരുത്. 5നെ 10 ആക്കാൻ ചുമ്മാ ഞാൻ പറഞ്ഞ 10 2 കൊണ്ട് ഗുണിക്കുക. 25 വന്നാൽ 100 ആക്കാം 4 കൊണ്ട് ഗുണിക്കുക. 125 വന്നാൽ 8 ആക്കാം 1000 കൊണ്ട് ഗുണിക്കുക. ഇത് ചുമ്മാ ഒന്ന് ഓർത്ത് വെച്ചേര്. 1.72ന്റെ പകുതിയോട് 0.42ന്റെ 3 കൂട്ടിയാൽ തുക എന്ത് വരുമെന്നാണ് ചോദ്യം. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യുന്നത്? ഒന്നുകിൽ ഒറ്റയടിക്ക് സ്റ്റെപ്പ് എഴുതും ചില ആളുകൾ. 1.72ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 1.72/2. 0.42ന്റെ 3 എന്ന് പറഞ്ഞാൽ 0.42/3. ഇത് രണ്ടും കൂടെ കൂട്ടുന്നത് എന്താണ് എന്നതാണ് ചോദ്യം. ഓക്കെ, ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് കാണിക്കാം. 1.72ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 1.72നെ 2 കൊണ്ട് ഹരിക്കുക. നമ്മൾ എന്തുവാ ചെയ്യുന്നത് പറ? 172/2 പോയിന്റ് ഇല്ലാതെ എഴുതി. മുകളിൽ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം, താഴെ പോയിന്റ് കഴിഞ്ഞ് സ്ഥാനം ഒന്നുമില്ല. അതുകൊണ്ട് താഴത്തുകാർക്ക് 2 സ്ഥാനത്തിന്റെ കുറവായതുകൊണ്ട് 100 കൊണ്ട് ഗുണിക്കുക. താഴെ കുറവായുണ്ട്. 172നെ 2 കൊണ്ട് ഹരിച്ചാൽ 172ന്റെ പകുതി എടുക്കാം. 172ന്റെ പകുതി എന്ന് പറയുമ്പോൾ 160 ആകുമ്പോൾ 80, 86 വരും. 86/100 എന്ന് വന്നു. ഏതെങ്കിലും ഒരു സംഖ്യയെ 100 കൊണ്ട് ഹരിക്കാൻ 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടു. 0.86 എന്ന് വരും. അപ്പൊ 1.72ന്റെ പകുതി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 0.86 ആണെന്ന്. ഈ ഒരു ഭാഗം കിട്ടിയോ? ഒന്നുകൂടെ, 1.72ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 1.72നെ 2 കൊണ്ട് ഭാഗിക്കുക, പകുതി. ഇവിടെ ഹരിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാൻ 172 എന്ന് എഴുതി, പോയിന്റ് ഇല്ലാതെ. ഇവനെ 2 എന്നും എഴുതി. മുകളിൽ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമുണ്ട്, താഴെ പോയിന്റ് കഴിഞ്ഞ സ്ഥാനം ഒന്നുമില്ല, പോയിന്റ് ഇല്ലാതെ എഴുതി. മുകളിൽ 2 സ്ഥാനം, താഴെ സ്ഥാനം ഒന്നുമില്ല. എടാ, താഴത്തുകാർക്ക് സ്ഥാനം ഒന്നുമില്ല, 2 സ്ഥാനത്തിന്റെ കുറവുണ്ട്, പാവ ഒരു 100 കൊടുക്കണം. കുറവ് താഴെ, അതുകൊണ്ട് 100 താഴെ. ഇത് 172ന്റെ 2 ഹരിക്കുമ്പോൾ നമുക്കറിയാം 86. 86/100. ഒരു 2 സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇട്ട് 100 ആയതുകൊണ്ട് 0.86 എന്ന് വരും. ഇനി അല്ലേ തന്നെ ഇത് വളരെ സിമ്പിൾ ആണ്. 172നെ 2 കൊണ്ട് ഹരിച്ച് 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാലും മതി. കാര്യം ഇവിടെ മേളി മാത്രമേ ഉള്ളൂ പോയിന്റ്, അതുകൊണ്ടാണ് 0.86 എന്ന് കിട്ടും. ഇനി 0.42ന്റെ 1/3 എന്ന് പറഞ്ഞാൽ 0.42 ഗുണം 1/3. 1/3 എന്ന് പറഞ്ഞാൽ 3 കൊണ്ട് ഹരിക്കാന്ന 0.42/3. ഒന്നുകൂടെ, 0.42ന്റെ 1/3 എന്ന് പറഞ്ഞാൽ 0.42നെ 1/3 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 0.42/3 ആണേ. ഇനി 0.42ന്റെ 2/7 എന്ന് പറഞ്ഞാൽ 0.42 ഇൻറ്റു 2/7. 0.42ന്റെ 5/9 എന്ന് പറഞ്ഞാൽ 0.42 ഇൻറ്റു 5/9. അതേപോലെ 0.42ന്റെ 1/3 എന്ന് പറഞ്ഞാൽ 0.42നെ 1/3 കൊണ്ട് ഗുണിക്കുക. ഇത് ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. മേളി 1 ആയതുകൊണ്ട് അടിയിൽ 3 വരും. 0.42നെ 3 കൊണ്ട് ലാസ്റ്റ് ഹരണം വരും. ഓക്കെ, ഇനി നമ്മൾ പോയിന്റ് മാറ്റി എഴുതുമ്പോൾ നമ്മൾ ഇവരെ 42/3 എന്ന് എഴുതി. മുകളിൽ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം, താഴെ സ്ഥാനം ഒന്നുമില്ല. മുകളിൽ 2 സ്ഥാനം, താഴെ സ്ഥാനം ഒന്നുമില്ല. അതുകൊണ്ട് താഴെ നമ്മൾ 2 സ്ഥാനത്തിന്റെ കുറവുണ്ടായത് കൊണ്ട് 100 എന്ന് ഗുണിച്ചു. 42നെ 3 കൊണ്ട് താഴെ മേളിൽ ഹരിച്ചു. 42നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും?
14/100 എന്ന് വന്നു. 42 3 വെച്ച് ഹരിച്ചു 14 ഇത് 3. ഏതെങ്കിലും ഒരു സംഖ്യയെ 100 കൊണ്ട് ഹരിക്കാൻ 2 സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇട്ടു. 0.14. അപ്പൊ 42ന്റെ 0.42ന്റെ 3/1 എന്ന് പറഞ്ഞാൽ 0.14. ഓക്കെ ആണോ? ഒന്നൂടെ 0.42ന്റെ 3/1 എന്ന് പറഞ്ഞാൽ 0.42നെ 1/3 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഇതിന്റെ n 0.42 ഡിവൈഡഡ് ബൈ 3 എന്നാവും. കാര്യം ഇവിടെ വേറെ സംഖ്യ ഒന്നും അല്ല, 1 ആയതുകൊണ്ട്. അപ്പൊ പോയിന്റ് മാറ്റി എഴുതുമ്പോൾ നമ്മൾ 42/3 എന്ന് എഴുതും. മുകളിൽ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം, താഴെ സ്ഥാനമൊന്നുമില്ല. താഴത്തുകാർ പാവങ്ങളാണ്, സ്ഥാനമൊന്നുമില്ല. അതുകൊണ്ട് 2 സ്ഥാനത്തിന്റെ കുറവുണ്ട്. അതുകൊണ്ട് നമ്മൾ 100 കൊടുക്കണം. 42നെ 3നെ 42 കൊണ്ട് ഹരിച്ചാൽ 14/100 ആവും. ഏതെങ്കിലും ഒരു സംഖ്യയെ 100 കൊണ്ട് ഹരിക്കാൻ 2 സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇട്ടു. 0.14. ഇനി നിങ്ങൾ നോക്ക്, 1.72ന്റെ പകുതിയോട്, അതായത് 0.86നോട് 0.42ന്റെ 3/1 കൂട്ടിയാൽ, അതായത് 0.14 കൂട്ടിയാൽ എന്ത് കിട്ടും? 0.86ഉം 0.14 കൂടെ കൂട്ടുക. 6 4 10 ശിഷ്ട 1, 8 1 9 10 ശിഷ്ട 1. നമ്മുടെ ഉത്തരം 1.00. നമ്മുടെ ഉത്തരം 1 തന്നെ, ഓപ്ഷൻ എ. 0.86ഉം 0.14 കൂടെ കൂട്ടുക, നമ്മുടെ ഉത്തരം 1 കിട്ടും. ഓപ്ഷൻ എ ആണ്. കുഞ്ഞുങ്ങളെ നിർബന്ധമായും കാണാതെ പഠിക്കേണ്ട കുറച്ച് ഭിന്നസംഖ്യകളും അതിന്റെ പോയിന്റ് രൂപങ്ങളുമാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. SCERT ടെക്സ്റ്റിൽ കണ്ടമാനം ഈ ചോദ്യങ്ങൾ കയറി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു 6 കാര്യങ്ങൾ ഒന്ന് കാണാതെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്കൊരു പക്ഷേ കാൽക്കുലേഷൻ നല്ല രീതിയിൽ സ്പീഡാവും. ചിലപ്പോഴൊക്കെ കണ്ണഞ്ചിപ്പിക്കുന്ന വേഗത്തിൽ 1 മാർക്ക് കിട്ടുകയും ചെയ്യും. ഈ ഒരു 6 ഭിന്നസംഖ്യകളും അതിന്റെ പോയിന്റ് രൂപങ്ങളും നിങ്ങളൊന്ന് കാണാതെ പഠിക്കണം. 3 നിങ്ങൾക്ക് അറിയാം. 1/4 കാല് 0.25, 1/2 അര 0.5, 3/4 മുക്കാല് 0.75. ഇത്ര നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. 1/4 എന്ന് പറഞ്ഞാൽ 0.25, 1/2 എന്ന് പറഞ്ഞാൽ 0.5, 3/4 എന്ന് പറഞ്ഞാൽ 0.75. ഇത്ര നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഉള്ളത് 1/8, 1/16, 1/5. 1/8 എന്ന് പറഞ്ഞാൽ 0.125 ആണ്. ഇത് കണക്ട് ചെയ്യാൻ ഞാൻ മുമ്പേ പഠിപ്പിച്ച കാര്യം ഓർമ്മയുണ്ടോ? 125 × 8 ആണ് 1000 ആണോ? അത് ആ ഒരു രീതി വെച്ച് 1/8 എന്ന് പറഞ്ഞാൽ 0.125 ആണ്. കാണാതെ പഠിക്കണം. ഇനി 1/8ന്റെ ഇരട്ടി 1/16 എന്ന് പറഞ്ഞാൽ 0.0625 ആണ്. 4 കാര്യമുണ്ട്. 0.0625. ഇനി 1/5 എന്ന് പറഞ്ഞാൽ 0.2 ആണ്. കാര്യം 1/2ന് 0.5 ആണ്. ഇപ്പൊ 1/5ന് 0.2 ആണ്. ഇത്രയൊന്ന് പഠിച്ചു വെച്ചോളൂ. ഒന്നുകൂടെ 1/8 എന്ന് പറഞ്ഞാൽ 0.125 ആണ്. 1/16 എന്ന് പറഞ്ഞാൽ 16ന്റെ 6 ഓർത്താൽ മതി, 0.0625 ആണ്. 1/5 എന്ന് പറഞ്ഞാൽ 0.2 ആണ്. ഇത് മാറാതിരിക്കാൻ വേണ്ടി 1/2 എന്ന് പറഞ്ഞാൽ 0.5 അല്ലേ. അപ്പൊ 1/5 എന്ന് പറഞ്ഞാൽ 0.2 ആണ്. ഓക്കെ ആണ്. ഈ 3 കാര്യം കൂടെ ഒന്നുകൂടെ പഠിച്ചു വെച്ചേക്കുക. ഒന്നുകൂടെ 1/8 0.125 നോട്ടിൽ കുറിക്കുക. 1/16 0.0625, 1/5 0.2. ഓക്കെ ആണോ? അപ്പൊ ആദ്യത്തെ 3 കാൽ 1/4 0.25, അര 1/2 0.5, മുക്കാൽ 3/4 0.75. പിന്നെ ഉള്ളത് 1/8, 825 അല്ലേ, 0.125. 1/16 6 വെച്ച് കണക്ട് ചെയ്യും, 0.0625. ഇനി 1/5 0.2, 1/5 0.2. ലാസ്റ്റ് 3 ഒന്നുകൂടെ. 1/8 എന്ന് പറഞ്ഞാൽ 0.125 ആണ്. 1/16 എന്ന് പറഞ്ഞാൽ 0.0625 ആണ്. പിന്നെ 1/5 എന്ന് പറഞ്ഞാൽ 0.2 ആണ്. ആദ്യം പറഞ്ഞ 3 ഒന്നുകൂടെ. കാല് 1/4 0.25, അര 1/2 0.5, മുക്കാൽ 3/4 0.75, 1/8 0.125,
1/16 0.0625 1/5.2. കുഞ്ഞുങ്ങളെ, ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാണ്. ദശാംശ സംഖ്യകളുടെ പോയിന്റ് വരുന്ന സംഖ്യകളുടെ സ്ഥാനവിലകളും കൂടെ ഞാനൊന്ന് പറയാം. നമ്മൾ നോർമൽ ഒരു സംഖ്യ എഴുതുവാണെങ്കിൽ 4618 എന്ന് പറയുമ്പോൾ ഇത് ഒറ്റയുടെ സ്ഥാനം, ഇത് 10ന്റെ സ്ഥാനം, ഇത് 100ന്റെ സ്ഥാനം, ഇത് 1000ന്റെ സ്ഥാനം, 10,000ന്റെ സ്ഥാനം, ലക്ഷത്തിന്റെ സ്ഥാനം, അങ്ങനെയാണ് എഴുതുന്നത്. പുറകോട്ട ഒറ്റ, 10, 100, 1000. പോയിന്റ് കഴിഞ്ഞു വരുന്നത് എപ്പോഴും മുന്നോട്ടായിരിക്കും. അതായത് ആദ്യത്തേത് 1/10, രണ്ടാമത്തേത് 1/100, മൂന്നാമത്തേത് 1/1000, നാലാമത്തേത് 1/10,000, അഞ്ചാമത്തേത് 1/1,00,000, ഇങ്ങനൊക്കെ പോകും. അതായത് ഇവിടെ പോയിന്റ് കഴിഞ്ഞുള്ളത് എപ്പോഴും ഒന്ന് സ്ഥാനവില നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോണം. 4 എന്ന് പറയുന്നത് 1/10ന്റെ സ്ഥാനത്താണ്, 10-1. 3 എന്ന് പറയുന്നത് 1/100ന്റെ സ്ഥാനത്താണ്, 100-1. 2 എന്ന് പറയുന്നത് 1/1000ന്റെ സ്ഥാനത്താണ്, 1000-1. അപ്പൊ ഇത് 10-1ന്റെ സ്ഥാനം 1/10, 100-1ന്റെ സ്ഥാനം 1/100, 1000-1ന്റെ സ്ഥാനം 1/1000. ഓക്കെ ആണോ? അപ്പൊ ഇത് 1/10ന്റെ സ്ഥാനത്ത്, 3 1/100ന്റെ സ്ഥാനത്ത്, 2 1/1000ന്റെ സ്ഥാനത്ത്, 5 1/10,000ന്റെ സ്ഥാനത്ത്. മലയാളത്തിൽ പറഞ്ഞാൽ 1 10-1ന്റെ സ്ഥാനത്ത്, 3 100-1ന്റെ സ്ഥാനത്ത്, 2 1000-1ന്റെ സ്ഥാനത്ത്, 5 10,000-1ന്റെ സ്ഥാനത്ത്. മക്കളെ, പോയിന്റ് വരുന്ന സംഖ്യക്ക് പോയിന്റിന് മുമ്പോട്ട് പോകുന്ന സ്ഥാനവിലകളാണ് ഞാൻ പറഞ്ഞത്. നോർമൽ സംഖ്യക്ക് ഇത് പുറകോട്ട് പോകും. ഒറ്റ, 10, 100, 1000, 10,000 ഇങ്ങനെ പോകും. പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത് മുന്നോട്ടാണ്. ഇത് 1/10, ഇത് 1/100, ഇത് 1/1000, 1/10, 1/100, 1/1000, 1/10,000. ഇനി നിങ്ങളോട് ചോദിക്കുക, 0.4379 10-1ന്റെ സ്ഥാനത്തുള്ള അക്കമേതാണ്? ഇത് 1/10. 100-1ന്റെ സ്ഥാനത്തുള്ള അക്കമേതാണ്? ഇത് 1/100. 1000-1ന്റെ സ്ഥാനത്തുള്ള അക്കമേതാണ്? ഇത് 7. 10,000-1ന്റെ സ്ഥാനത്തുള്ള അക്കമേതാണ്? 9. അപ്പൊ ഇത് 1/10, ഇത് 1/100, ഇത് 1/1000, ഇത് 1/10,000. ഇതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക ഇതോടൊപ്പം. അപ്പോ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി നോട്ടിലാക്കിയിട്ടുണ്ട്. കൃത്യമായി പഠിച്ചു മാറിയെന്ന് തന്നെ കരുതുന്നു. സംശയങ്ങളൊന്നുമില്ല എന്ന് തന്നെ കരുതുന്നു. അപ്പോൾ ഒരു ടോപ്പിക്ക് നമ്മൾ പൂർണ്ണമായി റിവിഷൻ ചെയ്തു. നിങ്ങൾ സിലബസ് എവിടെയെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ടിക്ക് ചെയ്ത് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ റിവിഷൻ ചെയ്തു എന്ന് തന്നെ ടിക്ക് ചെയ്ത് വെക്കുക. ഇതേപോലെ മറ്റൊരു ക്ലാസ്സിൽ, മറ്റൊരു റിവിഷൻ ക്ലാസ്സിൽ വേഗം കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സൈനിങ് ഓഫ്, നിങ്ങളുടെ സ്വന്തം ജെറി.